അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ആക്ടറിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേര് പറയും? അല്ല അല്ല, ഒരു നടൻ ഒരിക്കലും എല്ലാം തികഞ്ഞ എന്ന് പറയുന്നില്ല, എന്നാലും ഇപ്പൊ ഞാൻ ഒരു വഴിയോരത്ത് പാടി നടക്കുന്ന, തെരുവുകളിൽ പാടി നടക്കുന്ന അന്ധഗായകനാണ്, ഹാർമോണിയം വെച്ച് പാടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഹാർമോണിയം ആക്കുകയേ ഉള്ളൂ. പശ്ചാത്തല സംഗീതത്തിൽ ഹാർമോണിയത്തിന്റെ ശബ്ദം, ഹാർമോണിയം വായിക്കാൻ അറിയാവുന്നവനാണ് വായിക്കുന്നത്. പക്ഷേ അസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാനിത് വായിക്കാൻ അറിഞ്ഞിരിക്കണം, ഞാൻ ലൈവ് ഇത് വായിക്കണം, അന്ധനായിട്ട് അഭിനയിക്കുമ്പോൾ ഈ സാധനം വായിക്കാനും അറിയണം, ചെണ്ട കൊട്ടുന്നാൽ ചെണ്ട കൊട്ടാൻ അറിയണം, മരത്തിൽ കയറാൻ അറിയണം, നീന്താൻ അറിയണം, ചുരുക്കി പറഞ്ഞാൽ വിമാനം ഓട്ടിക്കാൻ വരെ അറിയണം. എങ്കിലൊക്കെ പല സാധനങ്ങളുണ്ട് അഭിനയത്തിൽ. ഇതൊക്കെ ചെയ്യണ്ടേ? ഇതെല്ലാം ചെയ്യണം. ഇപ്പൊ പലപ്പോഴും അഭിനേതാക്കളുടെ കുഴപ്പമില്ല, നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു കുഴപ്പമുണ്ട്. എങ്ങനെയോ അങ്ങനെ വച്ചാഘോഷിക്കപ്പെടുന്നു അഭിനേതാക്കൾ. അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ശ്രദ്ധേയമായി കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിന്റെ ശൈലിയും അതേ രീതികളിലുള്ള സാധനങ്ങൾ ആഘോഷിക്കപ്പെടുന്നു, അത് കച്ചവടവൽക്കരിക്കപ്പെടുന്നു. അവരിലെ അഭിനേതാക്കളുടെ സാധ്യതകളെ കണ്ടറിഞ്ഞ് അവരെ പൊളിച്ച്, അവരുടെ ശബ്ദം, ശരീരം, മാനറിസങ്ങൾ പൊളിച്ച് പുതിയത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചവർണ്ണ കിളിത്തത്ത എന്ന് പറയുന്ന ഒരു സിനിമ രമേശ് പിഷാരടിയുടെ സംവിധാനത്തിൽ വന്ന്, അത് ഭയങ്കര ഒരു അപ്രോച്ചായിട്ട് എനിക്ക് തോന്നിയിട്ട്. സിനിമ വിജയിച്ചോ പരാജയപ്പെട്ടോ, സിനിമയുടെ കൺസെപ്റ്റോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ആ അതിൻ്റെ പ്രധാന നടനെ സമീപിച്ചിരിക്കുന്നത് ജയറാം എന്ന് പറയുന്ന നടനാണ്. അതിനകത്ത് പുള്ളി സമീപിച്ചിരിക്കുന്ന രീതി എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയാണ്. കാരണം നമ്മൾ ഇന്നലെകളിൽ കണ്ട് ജയറാമിനെ അല്ല അതിൽ കാണുന്നത്, ശബ്ദത്തിൽ, ശരീരത്തിൽ, രൂപത്തിൽ, ആക്സെന്റിൽ, ശൈലികളിൽ, എല്ലാ മാനറിസത്തിൽ, എല്ലാത്തിലും വ്യത്യസ്തമായിട്ട് കൊണ്ടുവന്നു വേറൊരു കഥാപാത്രത്തിനെ മോൾഡ് ചെയ്തു. ആക്ടർ എന്നുള്ള രീതിയിലും ജയറാമായിരുന്നാലും രമേശ് പിഷാരടിയുടെ സംവിധാനത്തിലായിരുന്നാലും ആ കഥാപാത്രത്തിനെ അങ്ങനെ മോൾഡ് ചെയ്ത് അത്തരത്തിൽ വരണമെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഒരേപോലത്തെ കഥ, ഒരേ ഹെയർ സ്റ്റൈല്, ഒരേ ശബ്ദം, ഒരേ മുഖം, അത് മാറി വരണം എന്നുള്ളതാണ്. ഇപ്പം എന്താണ് നമ്മുടെ മലയാളത്തിൽ വ്യക്തിപരമായിട്ട് ഒരു നടൻ എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന ആള്, അത് ഒരുപാട് സാധ്യതകളുള്ളൊരു നടനാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഒരുപാട് സാധ്യതകളുള്ള, ഇനിയും ഒരുപാട് സാധ്യതകളിൽ നമുക്ക് പ്രയോജനപ്പെടും. നല്ല സംവിധായകരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു നടനാണ് ദിലീപ് എന്ന് പറയുന്ന നടൻ. അത് ചെയ്ത കഥാപാത്രങ്ങൾ ഇപ്പം ശാന്തുപൊട്ടി തന്നെ, ഞാനിപ്പോൾ പല സാധനങ്ങളൊക്കെ കണ്ട് സിനിമയൊക്കെ കാണുമ്പോൾ, നാടകമായിരുന്നാലും കാണുമ്പോൾ ഇതുപോലെ നമുക്കും ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഇങ്ങനെ അവരുമായിട്ട് ഒരു കോമ്പറ്റീഷൻ മൂഡിലായിരിക്കും കാണുന്നത്. അപ്പോൾ ചിലതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അസൂയപ്പെടും, അയ്യോ നടക്കുന്ന കാര്യമല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സാധനം ആ ചന്തപൊട്ടിലെ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ ബാക്കിയൊക്കെ നമുക്കും കളിച്ച് പോവാം, അതിൽ പോകുന്ന അതുപോലെ കളിച്ച്. പക്ഷേ ആ ക്ലൈമാക്സിൽ കൊണ്ടിട്ടിട്ട് അതിൻ്റെ അത്രയും ഹ്യൂമറിൽ നിന്നിട്ട് ക്ലൈമാക്സിൽ കൊണ്ട് ട്വിസ്റ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മീറ്ററാണത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ ഒന്നിലും മിമിക്രിയിലേക്ക് പോകും, അല്ലെങ്കിൽ പറയുന്ന ലൈഫ് എന്ന് പറയുന്ന സാധനം ഇല്ലാതായി പോകും. ആ കറക്റ്റ് ആ ഒരു നൂൽ കനത്തിൽ ചെയ്തു വെക്കേണ്ട സാധനം അത്രയും മൈന്യൂട്ടായിട്ട് ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കേശു വീടിൻ്റെ നാഥൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ബേസ് ഒന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. സബ്ജക്റ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പുള്ളി കൺസീവ് ചെയ്യുന്ന സിനിമയുടെ സ്വഭാവം അതൊന്നുമല്ല. ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രം, പർട്ടിക്കുലർ ആക്ടർ അദ്ദേഹം അത്രയും പ്രയാസമേറിയ ഒരു കഥാപാത്രമാണ്. ഏതാണ്ട് 85 വയസ്സോളം പ്രായമുള്ള ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന് കട്ടിൻ്റെ ഇടയിലാണ്. കാരണം കട്ട് കഴിഞ്ഞ് ബ്രേക്കാണ്, ചായക്കെ കുറിച്ച് പിന്നെയും വന്ന് അഭിനയിക്കണം. അപ്പോൾ ഈ കഥാപാത്രത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസ്ക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിൽ നല്ലൊരു ഫ്ലെക്സിബിൾ ആക്ടറായിട്ടും ഒരു ആക്ടർ, ഈ പറയുന്ന പെർഫോമർ എന്നുള്ളതല്ലാതെ, അതായത് ജീവിക്കുന്ന ആളല്ല അഭിനയിക്കുന്ന ആളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള, എൻ്റെ ഭാഷയിൽ ജീവിക്കുന്ന ആളല്ല അഭിനയിക്കുന്ന ആളെന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് സാധ്യതകൾക്ക് ഇനിയും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു നടനെ ഞാനെന്ന് പറയുന്ന മനുഷ്യന് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ദിലീപ് എന്നാണ്. ഒരു വ്യക്തി അങ്ങനെ ആ ക്യാരക്ടറിലോട്ട് മാറുന്നു അല്ലേ, ചേഞ്ച്, കഥാപാത്രത്തിന് വേണ്ടി അയാൾ എടുക്കുന്ന ചേഞ്ചുകൾ അല്ലാതെ ചില സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ചില പറയാൻ പറ്റുന്ന സാധ്യതകളുണ്ട്, പറയാൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രം. കാരണം ദിലീപ് എന്ന് പറയുന്ന വ്യക്തി, പേഴ്സണൽ ഐഡന്റിറ്റി, അതിനെ പൊളിച്ചുകൊണ്ട് അയാൾ ചെയ്തിരിക്കുന്ന സാധനങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ അയാളൊരു നടനുണ്ടെന്ന് പറയാനുള്ള കാരണം. ശബ്ദം മാറുന്നു, ശരീരം മാറുന്നു, ബോഡി ലാംഗ്വേജ് മാറുന്നു. അങ്ങനെയാണ് അഭിനയം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു നടനെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. മറ്റ് പലരിലും ഇപ്പം 500-600 കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചാലും ഈ 600 കഥാപാത്രത്തിൻ്റെ ശബ്ദം ഒരുപോലെയാണെങ്കിൽ, 500 കഥാപാത്രത്തിൻ്റെ ശരീരം ഒരുപോലെയാണെങ്കിൽ, 500 കഥാപാത്രത്തിൻ്റെ ഹെയർ സ്റ്റൈൽ ഒരുപോലെയാണെങ്കിൽ മിനിമം. അഭിനയം ചെറിയ കാര്യമല്ല. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മേഖലയായതുകൊണ്ട് ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അഭിനയം അൾട്ടിമേറ്റ് എന്താണെന്നുള്ളത്. ദ ആൻസർ ഓഫ് ഹുവാമൈ, തത്വമസി എന്നൊക്കെ പറയുന്നത്, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന അതിലൊക്കെ തന്നെ ചെന്ന് നിൽക്കുന്നത്. വിവേകാനന്ദനൊക്കെ അന്വേഷിച്ചിരുന്നത് എന്താണ്, ഞാൻ ആരാണെന്നുള്ളത്. അതിനാണ് അഭിനയം. അഭിനയം അറിയണമെങ്കിൽ ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നവന് നല്ല നടനാകാൻ പറ്റും.
നല്ല നടനാകണമെങ്കിൽ, കാരണം നമ്മളെ അറിയണ്ടേ എങ്കിലേ എന്നെ തിരയുന്നല്ലേ. എങ്കിലേ മാറ്റി വെക്കാൻ പറ്റുള്ളൂ നമ്മൾ. അതെ അതെ. ഓക്കെ, നമ്മളിപ്പോ കുടുംബം, ഭാര്യ അങ്ങനെയൊക്കെ പറഞ്ഞു. സാറിന്റെ ഫാമിലിയെ പറ്റി ഒന്ന് പറയോ? എൻ്റെ വൈഫിൻ്റെ പേര് റീബ മറിയം ചെറിയാൻ എന്നാണ്. മകൻ്റെ പേര് ജീവൻ സൂര്യ. ഇന്റർ കാസ്റ്റ് മാരേജ് ആയിരുന്നു. അതെ, ഇന്റർ റിലീജിയൻ. അതെ അതെ, അങ്ങനെ ആയിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ജാതി മതത്തിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ബോധേടാവുന്ന ഒരാളല്ല. ഇല്ലാന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ജനിച്ചു പോയി. ഇല്ലാന്നെങ്ങനെ പറയാൻ പറ്റും? അതിൽ അങ്ങനെയൊക്കെ ജനിച്ചു പോയി. പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല. നല്ല ഭക്ഷണം കിട്ടുക, നന്നായിട്ട് കിടന്നുറങ്ങുക, നല്ല സുഖകരമായിട്ട് ജീവിച്ചു പോകുക എന്നുള്ള ചിന്തയാണ് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നത് തന്നെ പേടിയാണ്. മറ്റേ ആ ഉപ്പുമുളകിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പലപ്പോഴും ഇതേപോലെ ഒരു ദിവസം ഇതേപോലെ ഭാര്യയായിട്ട് ഫോണിൽ എന്തോ വൺ വയലൻസ് ആണ്. ഭാര്യയായിട്ട് എന്തോ കലിപ്പാണ്, എന്തോ അതാണ് ഇങ്ങനെ നിൽക്കുന്ന മൂഡിൽ വന്നിട്ട് ഒരാൾ സൈഡിൽ കൂടെ വന്നിട്ട്, ചേട്ടാ ഉപ്പുമുളകിലെ ചേട്ടൻ്റെ ഒരു ഫോട്ടോ എടുത്തോളൂ ഓർഡറാന്ന് പറഞ്ഞു. അവനെ രസിപ്പിക്കാനുള്ള പണി നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഏതാണ് ടി വിക്കകത്ത് അവനെ രസിപ്പിക്കുക, നമ്മൾ കോമാളി വേഷം കെട്ടി അവനെ രസിപ്പിക്കുക, അതിനുള്ള പേയ്മെൻറ്റ് നമ്മൾ വാങ്ങിച്ച് കാശ് ജോലി തന്നെയാണ്, അതും തൊഴിലാണ്. അതിന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മാനസികാവസ്ഥ വേറെ അവസ്ഥയാണ്. അപ്പോൾ ഈ പറയുന്ന സെലിബ്രിറ്റി ആയാലും കുഴപ്പമുണ്ട്. പ്രശസ്തി വലിയ അപകടമാണ്. 10 പേര് അറിയുന്ന അവസ്ഥ. അത് കുപ്രസിദ്ധിയായിരുന്നാലും പ്രസിദ്ധിയായിരുന്നാലും ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ പ്രസിദ്ധനാകാൻ ആപ്പടെ എനിക്കിപ്പോ കാണുമെങ്കിൽ മൊത്തം വൈറലാകാനുള്ള സാധനം എൻ്റെ ഉണ്ട്. ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഒരു കൊഞ്ഞനം കാണിച്ചിട്ട് ബാക്കിൽ പാട്ട് വിട്ടാൽ ഞാൻ വൈറലാകും. കുപ്രസിദ്ധിയൊക്കെ മാറിപ്പോയി, രണ്ടും ഇപ്പം ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ ആ പ്രശസ്തി എന്ന് പറയുന്ന ഫെയിം അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ സെലിബ്രിറ്റി വാല്യൂ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം വലിയ പാടാണ്. നമ്മളെപ്പോലെ പച്ച മനുഷ്യരായിട്ടൊക്കെ ജീവിക്കണം, തട്ടുകടന്നൊരു ചായ കുടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ, വഴിയിൽ നിന്ന് മൂത്രം ഒഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ര അപകടങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അത്ര വലിയൊന്നും ആയിട്ടില്ല എങ്കിലും ഈ പ്രോഗ്രാം, വലിയ പ്രോഗ്രാമിന്റെ ചെറിയൊരു ഭാഗമായിട്ട് നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വകാര്യതകളും പലതും നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഉപദ്രവിക്കാതെ ജനങ്ങൾക്കിടയിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. നമ്മൾ എത്ര വലിയ തമ്പുരാനായിരുന്നാലും എത്ര വലിയ ആളായിരുന്നാലും സാധാരണക്കാർക്കിടയിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണം. അതെ, നമുക്ക് KSRTC ബസ്സിൽ കയറി പോകാൻ പറ്റണം, അതൊക്കെ പറ്റണം. ആട്ടോ പിടിച്ചെങ്ങോട്ടെങ്കിലും പോകാൻ പറ്റണം. അങ്ങനത്തെ ജീവിത സാഹചര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതൊക്കെ 10 പേർ അറിയുന്ന കൂടെ ആയാൽ കൊള്ളാം. മറ്റേ നമ്മളെ പിടിച്ച് തിന്നുന്ന സ്വഭാവം, നുള്ളുക, തൊട്ട് നോക്കുക അതൊന്നുമില്ല. ഈ ഉപ്പുമുളയിൽ തന്നെ വന്ന സമയത്ത് ഒരു 10-15 എപ്പിസോഡൊക്കെ പോയപ്പം ഒരു രാത്രി ഒരു 11 മണി കഴിഞ്ഞ് എനിക്കൊരു ഫോൺ, ഹലോ, നമ്മൾ ആരാ? നമ്മളെയൊക്കെ അങ്ങ് മറന്നല്ലേ. ഇപ്പം വലിയ സെലിബ്രിറ്റി ആയി മറ്റേ സീരിയലിലൊക്കെ വന്ന് വലിയ നടനായപ്പോൾ മറന്നു. ഞാൻ പറഞ്ഞാൽ മറന്ന് നീ ഗോലി കളിക്കാൻ പോയപ്പോൾ ഞാൻ നാടകം കളിക്കാൻ പോയി. നിന്നന്ന് ഞാൻ വിളിച്ച റിഹേഴ്സലിനെ വിളിച്ച നീ അപ്പം ഗോലി കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും മറ്റേ തോട്ടിൽ മീൻ പിടിക്കാനും പോയപ്പോഴത്തേക്ക് ഞാൻ നാടകം കളിക്കാൻ പോയി. അതുകൊണ്ട് ഞാൻ നടനായി. എൻ്റെ നാടകം കളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് 10:30 മണി കഴിഞ്ഞെന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റാതെ വെളിയിൽ കിടന്ന്, ഭക്ഷണം തരാതെ വെളിയിൽ കിടത്തി, മഞ്ഞ് ഓടിച്ച് ഞാൻ വെളിയിൽ കിടന്ന്, തന്തയും തള്ളേ സഹോദരങ്ങളും കൂടെ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അകത്ത് കിടന്ന്, ഞാൻ നാടകം കളിച്ചെന്ന് പറഞ്ഞ് വെളിയിൽ കിടന്നു. അതുകൊണ്ട് നടനായടാ, അതുകൊണ്ട് നിന്നെ അറിഞ്ഞൂടെ എന്തേ പറഞ്ഞു. അപ്പൊ നിർത്തിയോ? നിർത്തി. പാവം കോൾ ഇട്ടേത് പോയിട്ടുണ്ടാവല്ലേ? അതായിരിക്കാം, ചിലപ്പോ ബ്ലോക്ക് ചെയ്തിട്ടോ. അതുമായിരിക്കാം. നമുക്ക് ആവശ്യമില്ലല്ലോ. അങ്ങനെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരാളൊരു സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു അധ്വാനം ഉണ്ടാകും. അല്ലാതെ ആരും, എനിക്ക് തോന്നുന്നില്ല ഇന്ന് കിടന്ന് നാളെ എണീക്കുമ്പോഴത്തേക്ക് സിനിമയിൽ വന്ന ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ 10 പേർ അറിയുന്ന ഒരവസ്ഥയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കോക്കറി കാണിച്ച് വരുന്ന ആളായിരുന്നാൽ പോലും ഒരു കഴിവുമില്ല, ഒരു സ്റ്റേജിലും കയറിയിട്ടില്ല. എന്നാലും അവൻ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് കോക്കറി കാണിക്കാനുള്ളൊരു തൊലിക്കെട്ടി അവന് വേണം. അതിലൂടെ വന്നാലും അത് നമുക്ക് അംഗീകരിക്കാം. അതിലൂടെ വൈറലായി പ്രസിദ്ധനായി 2 ലക്ഷം 3 ലക്ഷം വാങ്ങിച്ച് മറ്റേ ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നവനായിരുന്നാൽ പോലും അവനെ അംഗീകരിക്കണം നമ്മൾ. അതിലൊരു അധ്വാനമുണ്ട്. മിനിമം ഈ പറയുന്ന അഭിമാനമില്ലായ്മയിൽ അഭിമാനം കണ്ടെത്തി വരുന്ന തൊലിക്കെട്ടിയുടെ ഒരു ഇതുണ്ട്, അത് നമ്മൾ അംഗീകരിക്കണം. അതല്ല ഏത് രീതിയിലായാലും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള അവരെടുക്കുന്ന ഒരു എഫർട്ട് അംഗീകരിക്കണം. അതിൽ കലയും കൊലയൊന്നും ഇല്ല, രണ്ടുമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് മര്യാദയ്ക്ക് ഒരു ഓരം പറ്റി നടന്നു പോകണം, നമ്മുടേതായിട്ടുള്ള കൊച്ചു കലാപ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോകണം എന്നുള്ളതാണ്. ഫാമിലിയുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടോ? ഇപ്പൊ ഭാര്യ, മോൻ? ഇല്ല, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് ഇല്ലായിരുന്നു. പിന്നെ ഫാമിലി അങ്ങനെ സപ്പോർട്ടൊന്നും ഇല്ല. അത് നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഫാമിലി സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ വെറും മൊണ്ണായി പോലെ ഞാൻ. പക്ഷെ ഭാര്യ ഒരു കലാകാരിയാണല്ലോ. ഭാര്യ കലാകാരിയാണ്, ഉണ്ട്, അഭിനയിക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. എല്ലാ രാത്രിയും വിളിച്ച് ചേട്ടാ കവിത എഴുതിയേട്ടാ, ചേട്ടാ ചുമ്മാ ഇരിക്കണമെങ്കിൽ നാടകം എഴുതിയേട്ടാ, അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല. ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഒരു സ്കൂൾ കലോത്സവം കഴിയുമ്പോഴത്തേക്ക് 2 കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ 2 കവറിൽ നിറയെ ട്രോഫിയും സർട്ടിഫിക്കറ്റുമായിട്ട് വീട്ടിൽ കയറി പോകണം. എൻ്റെ അമ്മ 2 എടുത്ത് ദൂരെ കളഞ്ഞിട്ട്, നിന്നെ മിമിക്രി കാണിക്കാനല്ല വിട്ടത്, നാടകം കളിക്കാനല്ല വിട്ടത്, പഠിക്കാനാണ്. മര്യാദയ്ക്ക് പഠിച്ചിട്ട് പറഞ്ഞേ പഠിച്ചത്. അവൻ്റെ ട്രോഫിയും 10 രൂപ സോപ്പ് കിട്ടി.
സമ്മാനത്തിനാണ് സോപ്പ് കിട്ടിയെന്ന് പറയുന്നത്. ഈശ്വരാ. അതാണ് പ്രോത്സാഹനം, അതാണ് പ്രോത്സാഹനം. അങ്ങനെ നമ്മൾ ഒപ്പോസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും, നമുക്കൊരു വാശിയുണ്ടാവും. എന്റെ മുമ്പിൽ സാക്ഷാൽ സഞ്ജയ് ലീല ബൻസൽ ഇരുന്നാലും ഇതേപോലെ സംസാരിക്കും, ഇന്ത്യൻ പ്രസിഡന്റ് ഇരുന്നാലും സംസാരിക്കും. അത് നമ്മുടെ കോൺഫിഡൻസ്. അതെന്തുകൊണ്ടാണ്? ഈ പറയുന്ന പ്രോത്സാഹനമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ പഴങ്കഞ്ഞി മറ്റേ ഉണക്കമീനിലൊക്കെ ജീവിച്ചു വന്നതാണ്, അല്ലാതെ ഹോർലിക്സും ബൂസ്റ്റിലും വന്ന മോനേ അല്ല. അതുകൊണ്ട് ഒരു മഴ പെയ്താലോ ഒരു കൊച്ചു വെയിൽ കൊണ്ടാലോ അങ്ങനെ പാടില്ല, നനയില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റും, വർത്തമാനം പറയാൻ പറ്റും. സർക്കാർ പള്ളിക്കൂടം അമ്മൂക്കൻ്റെ കഞ്ഞിയും പേറും. അമ്മൂക്കൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ കഞ്ഞിയും പേറൊക്കെ ഉണ്ടാക്കുന്ന ഒരു വേറൊരമ്മ എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ കഞ്ഞിയും പേറിൻ്റെ ഊക്കാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്. അതാണ് കലാലയം, ബേസിക് കലാലയം. ചാക്ക IT, തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. പഠിക്കാൻ പോയപ്പോ പഠിച്ചില്ല എന്ന് പറയുന്നുണ്ട്. 3 ബിരുദങ്ങളില്ലേ? 3 ബിരുദങ്ങളല്ലേ? 2 ബിരുദങ്ങളും 2 ബിരുദാനന്തര ബിരുദങ്ങളും. എന്നിട്ടാണ് ഈ അഹങ്കാരം. അല്ല, പഠിക്കുന്ന അങ്ങ് പഠിച്ചങ്ങ് പോയി. അത് ഒരിക്കൽ ഏതോ ഒരു ഇതേപോലെ വീട്ടിൽ തന്നെ ഏതോ ഒരു ഓണത്തിൻ്റെ അന്ന് ഭക്ഷണം, അന്ന് അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ്റെ അനിയനുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ അനിയൻ അത്യാവശ്യം സാമ്പത്തികവും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്ന ആളാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഇരുന്നോട് പറഞ്ഞ്, ചേച്ചി ബ്യൂട്ടീഷ്യനാണ് എൻ്റെ ചേച്ചി ബ്യൂട്ടീഷ്യനായി, അനിയൻ മാനേജറായി, വേറൊരു അനിയൻ വെറ്ററിനറി സയൻറ്റിസ്റ്റാണ്, നിൻ്റെ അനിയത്തി എൻജിനീയറാണ്, നീ എന്താണ് പ്രീ ഡിഗ്രി ITM വെച്ച് നാടകം കളിച്ചുകൊണ്ട് നടന്നു. ചോറിങ്ങനെ തിരുവോണത്തിൻ്റെ ചോറ്, ആദ്യ ചോറിങ്ങനെ പറയണോ വേണ്ടേ പറയണോ. എൻ്റെ ബന്ധുക്കളൊക്കെ, എനിക്കൊരു പരിധിവരെ എൻ്റെ ബന്ധുക്കളൊക്കെ ശത്രുക്കളാണ്. ഇതാണ് പ്രശ്നം. അപ്പോൾ മറുപടി പറയണോ വേണോ വേണ്ട ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ടക്കനെ എൻ്റെ അനിയൻ, സ്വന്തം അനിയൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ്, ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് പറഞ്ഞല്ലോ, കൊച്ചച്ഛൻ പറഞ്ഞല്ലോ, ഇത്രയും ആൾക്കാരുടെ കാര്യം പറഞ്ഞല്ലോ, 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ഞങ്ങൾ ജോലി ചെയ്താൽ ചിലപ്പോൾ ഒരു 30,000 രൂപ കിട്ടും, 40,000 രൂപ കിട്ടും. അങ്ങേര് ഇവിടെ ഇരുന്ന് ഒരു പാട്ട്, ഒരു നാടകം 1 മണിക്കൂർ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഈ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 30 ദിവസം ഉണ്ടാക്കുന്ന പൈസ അയാൾക്ക് കിട്ടും. അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ മറുപടിയാണ്. അതൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നി ചുമ്മാ അങ്ങ് പഠിച്ചാൽ എന്തെന്ന്. അങ്ങനെ ഒരു പോക്ക് പോയതാ. 25 വർഷം വിദ്യാർത്ഥിയായിരുന്നു. സിൽവർ ജൂബിലി പോണ്ടിച്ചേരി വെച്ചാണ് ആഘോഷിച്ചത്. 25 വർഷം വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ സിൽവർ ജൂബിലി പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി വെച്ച് ആഘോഷിച്ചു. ഇപ്പം നിലവിൽ എൻ്റെ പ്രൊഫൈലുള്ള, അക്കാഡമിക്കൽ പ്രൊഫൈലുള്ള ഒരാളേ ഉള്ളൂ ഇന്ത്യ മഹാരാജ്യത്തിൽ, ഞാൻ മാത്രമേ ഉള്ളൂ. MA തിയേറ്റർ, MSc ഇലക്ട്രോണിക് മീഡിയ. ഈ പർട്ടിക്കുലർ PG ഉള്ള ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റ ആളേ ഉള്ളൂ. യൂണീക്കാണ്. അതെ, പ്രൊഫൈല് നമ്മുടെ അക്കാഡമിക്കൽ പ്രൊഫൈൽ നോക്കുമ്പോൾ ഒറ്റ ആളേ ഉള്ളൂ. പിന്നെ അതേപോലെ PhD ക്യാൻസൽ ചെയ്തു. PhD കുറച്ച് വർക്ക് ചെയ്ത് പോയി. അതിന്റെ തീസിസ് പറയുന്നത് മെന്റൽ പേഷ്യന്റിന്റെ ഇടയിൽ തിയേറ്റർ അപ്ലൈ ചെയ്തതിനു ശേഷം അവരുടെ അസുഖം, ഈ മാനസികമായിട്ടുള്ള പ്രശ്നം മാറ്റിയിട്ട് റിയൽ ഐഡന്റിറ്റിയിൽ അവരെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. സയന്റിഫിക് തിയേറ്റർ ആയിരുന്നു, സൈക്കാട്രിക് തിയേറ്റർ. തിയേറ്റർ എന്ന് പറയുന്ന സങ്കല്പം മെഡിസിനായിട്ട് സൈക്കാട്രിയിൽ ഉപയോഗിക്കാൻ പറ്റും, പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. അത് ഏതാണ്ട് ഒരു 1.5 വർഷത്തോളം പോയിട്ട് ഞാൻ പിന്നെ മടുത്തു. എന്തുകൊണ്ട്? അതുകൊണ്ടല്ല, വൈക്കം മുഹമ്മദ് ബഷീറിന് ഡോക്ടറേറ്റ് ഇല്ല, തകഴിക്ക് ഡോക്ടറേറ്റ് ഇല്ല, എൻ്റെ അറിവിൽ ബർണാ ഷായ്ക്കൻ ഡോക്ടറേറ്റ് ഇല്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് തോന്നി. സത്യമാണ് കേട്ടോ, അങ്ങനെ തോന്നിയതാണ്. എന്നെക്കുറിച്ച് റിസർച്ച് ചെയ്യേണ്ട, ഞാനല്ല റിസർച്ച് ചെയ്യേണ്ട. എൻ്റെ ഒരു ജീവിതം ജീവിച്ചങ്ങ് പോകും ഞാൻ. എൻ്റെ ഒരു ജീവിതം ജീവിച്ച് പോകുമ്പോൾ എന്തായാലും അതിനകത്ത് കുറച്ച് റിസർച്ച് എലമെന്റ്സ് ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. അങ്ങനത്തെ ജീവിതമാണ് ഇപ്പം ജീവിച്ചോണ്ട് പ്രസന്റിൽ പോലും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാ കഥയും പറഞ്ഞില്ലല്ലോ, ഒരു മനുഷ്യൻ്റെ എല്ലാ കഥയും തുറന്നു പറയാൻ അത്രത്തോളം സത്യസന്ധനൊന്നും ആകാൻ പറ്റില്ല. പക്ഷേ സാധാരണ മനുഷ്യൻ്റെതായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ നമ്മൾ ഇല്ലാതായി പോകുമ്പോൾ പിള്ളേരെ പഠിക്കട്ടെ, എന്നെക്കുറിച്ച് പഠിക്കട്ടെ, അതല്ലേ കുറച്ചും കൂടി പബ്ലിസിറ്റി. ഞാൻ ഡോക്ടറേറ്റ് എടുത്തിട്ട് കഷത്ത് വെച്ചോണ്ട് എൻ്റെ വീടിൻ്റെ മതിലിൽ ഡോക്ടർ ജിജി കലാമന്ത്രം അച്ചടിച്ച് വെക്കാന്നല്ലാതെ എന്താ പ്രയോജനം? മറ്റേത് നമ്മൾ ആ സമയം കൂടെ ബാക്കി കുറച്ച് എഴുതുക, അലഞ്ഞു തിരിയുക, പാട്ട് പാടുക എന്നൊക്കെ ചെയ്യുമ്പോൾ വരുന്ന തലമുറ നമ്മളെക്കുറിച്ച് പഠിച്ച് അവരെടുത്തോട്ടെ ഡോക്ടറേറ്റ്. അങ്ങനെ ആഗ്രഹിച്ചു. ഈ ഒരു ഇതേപോലുള്ള ഒരു നേച്ചർ വെച്ചിട്ട് നല്ല സൗഹൃദ വലയുള്ള ആളാണോ? തീർച്ചയായിട്ടും, അത്യാവശ്യം. ഒരു കേരളത്തിൽ എവിടെയും സഞ്ചരിക്കാനായിട്ട് 1 രൂപ പോലും വേണ്ട, ഭക്ഷണം കഴിക്കാനൊക്കെ 1 രൂപ പോലും വേണ്ട. ഇവിടെ നിന്ന് ഏത് വീട്ടിലായിരുന്നാലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടും, വണ്ടിക്കൂലിക്കുള്ള പൈസ കിട്ടും. അങ്ങനെ സൗഹൃദങ്ങളുണ്ട്. പിന്നെ ഒരു സൗഹൃദങ്ങളെ ഞാനായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, ഞാൻ അഡ്വാൻറ്റേജ് എടുത്തിട്ടുമില്ല. പ്രശസ്തരായവർ പോലും ഉണ്ട്. നിങ്ങളുടെ കൂട്ടുകാരനല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തല്ലേ, നമ്മുടെ ഒരു ഉദ്ഘാടന പരിപാടിക്ക് ഒന്ന് വിളിക്കാമോ, നമ്പർ തരാം, നേരിട്ട് വിളിച്ചു. ഒരു അഡ്വാൻറ്റേജും അവരിൽ നിന്ന് എടുത്തിട്ടില്ല, അവരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. എന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ, ഞാൻ പോകുന്നതിലും വരുന്നതിലൊക്കെ സന്തോഷമുള്ളൂ. അല്ല, ഞാനായിട്ട് അവരുടെ ഐഡന്റിറ്റിക്ക് മോശപ്പെടുത്തുന്നത് ഞാൻ ചെയ്തിട്ടില്ല. വിരലിലെണ്ണാവുന്ന ചില സൗഹൃദങ്ങളുണ്ട്, 5-6 പേരേ ഉള്ളൂ. ഒരു സമയത്ത് ഉണ്ടായിരുന്നു സൗഹൃദങ്ങളുടെ സതിരുകളും സൗഹൃദങ്ങളുടെ ആഘോഷങ്ങളും ഒക്കെ ഒരു സമയത്തുണ്ടായിരുന്നു. പിന്നീട് ഗ്രാജുവലി അത് ഞാൻ ആദ്യം നിന്നൊക്കെ ഒഴിവായി. വേറൊരു തരത്തിൽ ഒരു
ഉപയോഗപ്പെടുത്തൽ നടത്തുന്നുണ്ടോ എന്ന് എപ്പോഴും ബോധ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് സ്പോണ്ടേനിയസ്, ഇപ്പം തന്നെ അറിയാലോ, സ്പോണ്ടേനിയസ് ആയിട്ട് വർത്താനം പറയുന്ന ഒരുത്തനാണ്. അത് ഞാൻ ബോധപൂർവ്വം ചെയ്യുന്നില്ല, അങ്ങനെയാണ്, ടോക്കറ്റീവ് നേച്ചറാണ് എൻ്റെത്. അപ്പം ഞാൻ ഈ ഒരു ആൾക്കൂട്ട സദസ്സിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ സബ്ജക്റ്റുകൾ, കണ്ടന്റുകൾ ഇതൊക്കെ അറിയാതെ എനിക്ക് വരും. കാരണം മൊത്തം ചെയ്ത് ആ മേഖലയിൽ കിടക്കുന്നുണ്ട്, അറിയാതെ വരും. പക്ഷേ എന്നെക്കാളും ബുദ്ധിയുള്ളവർ ആ കൂട്ടത്തിൽ കാണും. അവരതിനെ വളരെ ഉപയോഗപ്രദമായ രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് വീഴുന്ന ചിരട്ട, ആ ചിരട്ട എടുത്ത് ക്ലിയർ ചെയ്ത് അതിൻ്റെയൊക്കെ ചുരണ്ടി ക്ലിയർ ആക്കി അതിൽ പടമൊക്കെ വരച്ച് അത് 2000 രൂപയ്ക്ക് ആകുമ്പോൾ വിൽക്കും. ചിരട്ട എൻ്റെ നിന്നാണ് പോയത്. ചിരട്ടയ്ക്ക് വാല്യൂ ഇല്ലല്ലോ, പക്ഷെ ചിരട്ട ഉണ്ടെങ്കിലേ മറ്റൊരു പ്രസക്തമാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കൂട്ട സൗഹൃദങ്ങളൊക്കെ കുറച്ചിട്ട് ഇപ്പം വിരലിലെണ്ണാവുന്ന അപൂർവം സൗഹൃദങ്ങളുണ്ട്. പക്ഷേ എൻ്റെ വിദ്യാഭ്യാസ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. അത് സാമ്പത്തികമായിട്ടായിരുന്നാലും അല്ല, എൻ്റെ പഠിത്തത്തിനുള്ള കാര്യത്തിലും വീട്ടുകാരിൽ നിന്നുള്ളൊരു ഡിഗ്രി കഴിഞ്ഞതോടെ വീട്ടിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും, കലാകാരനായതുകൊണ്ടില്ല, വീട്ടിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും നിർത്തിവെച്ച് പിന്നെ ഒറ്റയ്ക്കുള്ളൊരു യാത്രയായിരുന്നു. അവിടെയൊക്കെ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സൗഹൃദങ്ങൾ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു ഉള്ളത്. ഇപ്പോഴും ഒരു 5-6 പേര് നമ്മളുടെ നല്ലത് കണ്ട് സന്തോഷിക്കുന്ന, അല്ലെ നമ്മുടെ ഒരു നേട്ടം, വളർച്ച കണ്ട് സന്തോഷിക്കുന്ന കൂടെ നിൽക്കുന്ന 5-6 പേരൊന്നും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം. അങ്ങനെ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണോ ഈ ചങ്ങാതി എന്ന് പറയുന്ന കവിത? അതെ 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 അതെ. ആ കവിത ഒന്ന് ചൊല്ലോ. അത് കേരളത്തിന്റെ കുറെ ക്യാമ്പസുകളിലൊക്കെ ചൊല്ലിയിട്ടുണ്ട്. പലരും രാത്രിയൊക്കെ വിളിക്കും എന്നെ. ബോധത്തിൽ വിളിക്കുന്നവരുണ്ട്, ബോധമില്ലാതെ, മദ്യപിച്ചിട്ട് ബോധമില്ലാതെ വിളിക്കുന്നവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. ഈ കവിത ചൊല്ലിത്തരുമെന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കും ചിലപ്പോൾ, പക്ഷെ ഇതുവരെയും യാതൊരു ദുർമുഖവും കാണിക്കാതെ ഞാൻ പറഞ്ഞിടത്തൊക്കെ ചൊല്ലി കൊടുത്തിട്ടുണ്ട്. ചങ്ങാതി എൻ്റെ ചങ്ങാതി ഞാൻ എന്നെ കണ്ടോട്ടെ, കണ്ണാടിയില്ലാതെ എന്നെ ഞാൻ നിന്നിൽ കണ്ടോട്ടെ. ഇത്ര നാൾ എത്രയോ ദൂരം നടന്ന് തളർന്ന് മടുത്തൊരു കാലുകൾ ഒത്തിരി ഊർജം പകർന്നു കരുത്തിന്റെ പുത്തൻ പ്രമാണങ്ങൾ തന്നവനെ ചങ്ങാതി എൻ്റെ ചങ്ങാതി എൻ്റെ ചങ്ങാതി. ആരും വരാത്തൊരു കുന്നിൻ മുകളിലെ പച്ച നിറത്തിലെ എൻ്റെ വീട്ടിൽ കാറ്റിനെ കൂട്ടി നീ വീട്ടിലേക്ക് എത്തുന്നു. തോഴാ നിനക്കെന്റെ സ്നേഹബാഷ്പം. പിരിയുവാനാകാത്തൊരാത്മബന്ധം തന്നു, ചോറ്റുപാത്രത്തിലെ ചോറ് തന്നു. തല ചായ്ക്കുവാൻ ആലയമില്ലാതലഞ്ഞപ്പോൾ നിന്മടിത്തട്ടെനിക്കാലംബമായി. തോഴാ നിനക്കെന്നെ വേണ്ടാതെ വന്നാലും നീ എനിക്കെന്നും ആ ചങ്ങാതി എൻ്റെ ചങ്ങാതി. എഴുതുവാൻ 1000 കഥകളുണ്ടെങ്കിലും 2 വരി ഞാൻ കുറിച്ചു വയ്ക്കാം. എഴുതുവാൻ 1000 കഥകളുണ്ടെങ്കിലും 2 വരി ഞാൻ കുറിച്ചു വയ്ക്കാം. ഭൂമിയിൽ നിന്നും മടങ്ങുന്ന നേരത്ത് ഒരാലിംഗനം പോലെ 2 വരി. ഭൂമിയിൽ നിന്നും മടങ്ങുന്ന നേരത്ത് ഒരാലിംഗനം പോലെ 2 വരി. ഞാൻ ഈ ഉലകിൽ ഇന്നില്ലാതെയായാലും നീയിരിക്കും എൻ്റെ പേരിലൂടെ. ഞാൻ ഈ ഉലകിൽ ഇന്നില്ലാതെയായാലും നീയിരിക്കും എൻ്റെ പേരിലൂടെ. പേരിൻ്റെ നേരിൽ കൊരുത്തു തരും നിനക്കെൻ്റെ ഈ ചങ്കിലെ മഞ്ചാടികൾ. ചങ്ങാതി എൻ്റെ ചങ്ങാതി. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള, സാധാരണക്കാരൻ എഴുതിയോണ്ട് സാധാരണക്കാരന് മനസ്സിലാവും. എൻ്റെ കയ്യാൽ കുറിക്കുന്ന പാട്ട് എൻ്റെ നാടിൻ്റെ പാപങ്ങൾ പാടും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇല്ലാതായാലും ചങ്ങാതിയിലൂടെ ഞാൻ ജീവിക്കും. ഞാൻ ചത്തു മണ്ണടിഞ്ഞാലും മുളയ്ക്കുമെൻ അസ്ഥികൾ പാടുന്ന തീപ്പാട്ടുകൾ. ശബമഞ്ച യാത്രയ്ക്ക് ചൊല്ലുവാൻ പോലും എൻ ഹൃദയത്തിനുള്ളിൽ ഒരു പാട്ട് കാണും. അതുകൊണ്ട് എൻ്റെ കയ്യാൽ കുറിക്കുന്ന പാട്ട് എൻ്റെ നാടിൻ്റെ പാവങ്ങൾ പാടും. അത് മതി. സറണ്ടർ അല്ല. അതാണ് വൈഡൂര്യത്തിനേക്കാളും നല്ലത് മഞ്ചാടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചങ്ങാതിയായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ടല്ലോ, രസകരമായിട്ടൊരു കഥയുണ്ടല്ലോ. ചങ്ങാതിയെ പറ്റി പറയുമ്പോൾ നമ്മൾ അടിപൊളി ഒരു കവിത കേട്ട് കഴിഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ കൂടി ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ കവിത എഴുതുന്നത് ഒരു ബാറിന്റെ ബില്ലിന്റെ ബാക്കിലാണ്. എൻ്റെ ആദ്യത്തെ 2 വരി എഴുതുന്നത് പോണ്ടിച്ചേരിയിലുള്ള, ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴത്തേക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ ചുറ്റുപാടും
പോയിട്ടുള്ളവർക്ക് അറിയാം. പോണ്ടിച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിൻ്റെ ചുറ്റുപാട് വലിയ യൂണിവേഴ്സിറ്റിയാണ്. അക്രഡിറ്റേഷനിലെ 4th റാങ്കിങ് ആണ്. നാക് അക്രഡിറ്റേഷനിൽ 4th റാങ്കിങ് വരുന്നതാണ്. JNU ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ക്യാമ്പസാണ്. ചുറ്റുപാടും ബാറുകളും മദ്യശാലകളും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത കോളേജിൻ്റെ തൊട്ടടുത്ത ഒരു ബാറിൻ്റെ ബില്ലിൻ്റെ ബാക്കിൽ, അതായത് ഞാനുൾപ്പെടെ ഞങ്ങൾ 2-3 പേര് മദ്യം കഴിക്കാൻ പോയതിന് ശേഷം പൈസ തികഞ്ഞില്ല. അപ്പം ഇതിൽ പൈസ ഉള്ള ഒരാൾ ATM-ൽ പൈസ എടുക്കാനായിട്ട് എൻ്റെ കൂടെ വന്ന 2 പേര് പോയപ്പം ഈ ബില്ലും ഞാനും മാത്രമായി. സ്വസ്ഥ. അന്ന് പോക്കറ്റിൽ എപ്പോഴും പേന കാണും. നോക്കിയപ്പോഴത്തേക്ക് ഇവന്മാർ പോയി. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അവരാണ് പൈസ എടുക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടിയിട്ട് അവർ ചിലവ് ചെയ്തു. അങ്ങനെയുള്ള ചിന്ത വന്നപ്പോൾ ചങ്ങാതി, എൻ്റെ ചങ്ങാതി, അങ്ങനെ 2 പേര്. അതിൻ്റെ ആദ്യത്തെ 4 പേര് ബില്ലിൻ്റെ ബാക്കിലാണ് എഴുതിയത്. എന്ന് 750 രൂപ കണ്ട ബില്ലായ ആ ബില്ലിൻ്റെ ബാക്കിലാണ്. എന്നിട്ട് ഞാനിത് വിട്ടു. കൂടെ വന്നയാൾ ഇത് കണ്ട് എടുത്ത് മടക്കി വെച്ചിട്ട് എൻ്റെ റൂമിനകത്ത് കയറിയിട്ട് ഭക്ഷണവും കാര്യങ്ങളും അവിടെ കൊണ്ടുവച്ചിട്ട് കുറേ പേപ്പറും പേനയും അവിടെ കൊണ്ടുവച്ചിട്ട് വെളിയിൽ നിന്ന് പൂട്ടിയിട്ട് പോയി. ഇത് എഴുതി പൂർത്തിയാക്കിയിട്ട് പുറത്തിറങ്ങിയായിരുന്നു. അങ്ങനെ പൂട്ടിയിട്ട റൂമിനകത്തിരുന്നാണ് ഈ കവിത എഴുതി പൂർത്തിയാക്കുന്നത്. ആ സുഹൃത്തെ തന്നെ പൂട്ടിയിട്ടത്, അത് എഴുതി പൂർത്തിയാക്കിയിട്ട് ഇറങ്ങിയാൽ മതി. ഞാൻ കാര്യമായിട്ട് എഴുതിയതായിരുന്നില്ല ആദ്യത്തത്. പക്ഷേ കേരളത്തിലുള്ള കൂടുതൽ ക്യാമ്പസുകളിൽ ഈ കവിതയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതും ചൊല്ലിയിട്ടുള്ളതും. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാം കവിതയാണ് ചൊല്ലിയിട്ടുള്ളത്. അങ്ങനെ ഒരു കഥയുണ്ട്. കവിത വന്നാൽ പിന്നെ എഴുതണ്ടേ അല്ലേ? അതെ എഴുതും. അതെ അതെ അതെ. കവി ഭയങ്കര രസമുള്ളൊരു മൂഡാണ്. നിങ്ങളൊക്കെ എഴുതാൻ ശ്രമിക്കണം. സത്യം എല്ലായിടത്തും ഞാൻ പറയാറുണ്ട്. മലയാളത്തിൽ ഇപ്പം മൊത്തം ടോട്ടൽ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ എഴുത്തുകാരില്ല. പുതിയ പിള്ളേർക്ക് അറിയില്ല അതിൻ്റെ സാധ്യതയെക്കുറിച്ച്. ഞാൻ ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണ്, സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഒരു അധ്യാപനം കൂടെയാണ്. പുതിയ ആൾക്കാർ കടന്നു വരുന്നില്ല. എല്ലാവർക്കും അഭിനയിക്കണം, എല്ലാവർക്കും സംവിധാനം ചെയ്യണം, അല്ലെങ്കിൽ ക്യാമറ ചെയ്യണം, എഡിറ്റിംഗ് ചെയ്യണം. ഇത് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ വന്നിട്ട് പറയും, പ്രോജക്റ്റൊക്കെ വരുമ്പോൾ, സാറേ ഞങ്ങളുടെ സൂപ്പർ എഡിറ്ററാണ്, മറ്റേ അനോഷാണ് എഡിറ്റ് ചെയ്യുന്നത്, ക്യാമറ ഇന്ന ആളാണ്, ഇന്ന ക്യാമറയാണ്, അതാണ് ഇതാണ് എല്ലാം സെറ്റാണ് സാറേ. പക്ഷേ ഒരു കാര്യം, എന്താ ഒരു സാധനം മാത്രമേ ഇല്ല. എന്താ? കഥ. കഥയില്ല. അമൃതി കഥ. സാറൊരു കഥ ഉണ്ടാക്കി താ സാറേ, സാറ് കുറേ കഥയുണ്ട്. അതല്ല, നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. അതിനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, പുതിയ കാലഘട്ടത്തിൽ എഴുത്തുകാർ കുറയുന്നുണ്ട്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഭയങ്കര ചാൻസ് അല്ല. ഇപ്പോൾ ഒരു സീരിയലിൻ്റെ ഒരു എപ്പിസോഡ് എഴുതാൻ പോയാലും എനിക്ക് തോന്നുന്നു 3000 രൂപ കുറഞ്ഞത് കിട്ടും. ഒരു 5 എപ്പിസോഡ് എഴുതുമ്പോൾ 15000 രൂപയായി. അത് കൂട്ടി നോക്കിയാൽ മതി. ഒരു പ്രൊഫസർക്ക് ആ ശമ്പളം ഇല്ല സീരിയൽ എഴുതാൻ പോയാൽ പോലും. പക്ഷേ പാട്ടെഴുത്തുകാരായിരുന്നാലും എനിക്ക് തോന്നുന്നില്ല, ഒരു 30 വയസ്സിന് താഴോട്ട് 25, 20-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള എത്ര പാട്ട് എഴുത്തുകാർ നമുക്കുണ്ടെന്നുള്ളതാണ്. പാട്ട് എഴുത്തുകാർ വരുന്നില്ല, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വരുന്നില്ല, കണ്ടന്റുകൾ വരുന്നില്ല, ചിന്ത എല്ലാത്തും ബാക്കി അഭിനയിക്കാനൊക്കെ ആളുണ്ട്. അപ്പോൾ ഇത് പക്ഷേ ഒരുപാട് വലിയ സാധ്യതയാണ്. ഈ ബേസ് ചെയ്ത് ഈ പറയുന്ന ഇതെന്താണ് നമ്മൾ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കിയെല്ലാം ക്യാമറ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ഒരാളുടെ ചിന്തയിലാണല്ലോ ഇതുണ്ടാകുന്നത്. അങ്ങനെ എഴുത്തുകാർ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കവിതയൊക്കെ എഴുതി ശീലിക്കണം, നല്ല രസമുള്ള കാര്യമാണ് കവിത എഴുതണം. അതുപോലെ തന്നെ കഥയും തിരക്കഥയൊക്കെ എഴുതാൻ പഠിച്ചിട്ട് സിനിമയിലൊക്കെ നല്ല പുതിയ എഴുത്തുകാർ വരണം എന്നുള്ളത്. ഭയങ്കര ദാരിദ്ര്യമുണ്ട്, എഴുത്തിൻ്റെ മേഖല ദാരിദ്ര്യമുണ്ട്, അവർക്ക് അറിയുന്നില്ല. സുഖപ്പണി. ഞാൻ എഴുത്തുകാരെന്ന് ഇതിലെല്ലാത്തിലും ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ സംവിധാന പണിക്ക് പോയിട്ടുണ്ട്, അഭിനയിക്കാൻ പോയിട്ടുണ്ട്, എഴുതാനും പോയിട്ടുണ്ട്. ഏറ്റവും സുഖവും റെസ്പെക്റ്റും കിട്ടുന്ന ഒരു മേഖല. ഇപ്പോൾ വലിയ നടനാണെങ്കിൽ പോലും ജനങ്ങളുടെ മുമ്പിലാണ് അയാൾ വലിയ നടൻ, താരം. പക്ഷെ അവിടെ ലൊക്കേഷനിൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് സംവിധായകൻ പറയുന്ന അനുസരിച്ച് ചലിക്കുന്ന ടൂള് തന്നെയാണ്. എന്താണ് കാണിക്കുന്നതെന്ന് ആർക്കും പറയും, അങ്ങനെയല്ല ഇങ്ങനെ കാണിക്കുക എന്ന് പറയും. പക്ഷെ ഒരു റൈറ്റർക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്, അല്ലെങ്കിൽ റൈറ്റർക്ക് കിട്ടുന്ന ഫ്രീഡം, ഡിസ്കഷൻസ് ഉണ്ടാകാം, കാര്യങ്ങളുണ്ടാകാം, അതിനനുസരിച്ച് തിരുത്തി കൊടുത്താൽ മതി. ആ പണി അറിയാമെന്നുള്ളതിന് ഏറ്റവും സുഖപ്പണിയാണ് എഴുത്ത് പണി. ഒരു ശല്യവും ഉപദ്രവമൊന്നും അധികം കിട്ടാത്ത ഒരു മേഖലയാണ്. വലിയ ഈഗോയ്ക്കും ഒന്നും പ്രശ്നമില്ലാത്ത, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞ ഒരു മേഖലയും കൂടിയാണ് എഴുത്ത്. അത് ചിലർക്ക് മാത്രമേ അത് പറ്റൂ. പക്ഷെ ആ മേഖലയിലേക്ക് പുതിയ ആൾക്കാർ കടന്നു വരണം. നല്ലൊരു തൊഴിൽ മേഖലയാണ് എൻ്റെ അനുഭവം വെച്ചിട്ട്. ഒരു ഉപദ്രവം ഇല്ലാത്ത, അഭിനയമൊക്കെ ഭയങ്കര മത്സരം, കുതികാൽ വിട്ട് ഇതൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മുടെ നോക്കി ചിരിക്കുന്ന ചിരി, നമ്മുടെ അടുത്ത് വർത്താനം പറയുന്നത്, ഇതൊക്കെ ഭയങ്കര ആത്മാർത്ഥയുടെ ഭാഷയാണെന്ന്. നമ്മളൊക്കെ നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്നതാണ്. ഇത് പല പല സ്ഥലങ്ങളിൽ പോയി പഠിച്ചെങ്കിലും നമ്മുടെ ബേസ് റൂട്ട് നിൽക്കുന്നത് ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ നമുക്കറിയാമോ. അതിൻ്റെ അപ്പുറം ബുദ്ധിയൊന്നും ഒരാളിനെയൊക്കെ ഭയങ്കരമായിട്ടൊന്ന് വിലയിരുത്താൻ, ഇത് ശരി തെറ്റെന്ന് ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടൊന്നും വലിയ പാടാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട് അഭിനയത്തിൽ. പക്ഷേ എഴുത്തിൽ അങ്ങനെ ഒരു എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അഭിനയത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നീ അഭിനയിക്കണ്ട എന്ന് സ്ട്രൈറ്റ് പറഞ്ഞ നടന്മാർ ഇപ്പോഴും ഉണ്ട്. എന്നോട് നിങ്ങൾ അഭിനയിക്കണ്ട എന്ന് സ്ട്രൈറ്റ് പറഞ്ഞ നടന്മാർ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? ആ മനുഷ്യന്റെ സങ്കുചിത ബോധം. അമിതാഭ് ബച്ചൻ ഇന്ദ്രൻസ് ആകാനും പറ്റില്ല, ഇന്ദ്രൻസിന് മമ്മൂട്ടി ആകാനും പറ്റില്ല, മമ്മൂട്ടിക്ക് മോഹൻലാൽ ആകാനും പറ്റില്ല, പട്ടിക്ക് പൂച്ചയാകാൻ പറ്റില്ല, പൂച്ചയ്ക്ക് ഈച്ചയാകാൻ പറ്റില്ല, ഈച്ചയ്ക്ക് ആനയാകാൻ പറ്റില്ല, ആനയ്ക്ക് കൊതുവാകാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ഈ സമൂഹത്തിൽ പ്രസക്തമല്ലേ? ഇല്ലേ?
അപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റേതായിട്ടുള്ള ഒരു റോൾ എനിക്കുണ്ട്. ഈ മൊത്തം ടോട്ടൽ പ്രപഞ്ചത്തിൽ എൻ്റേതായിട്ടുള്ള റോളുണ്ട്. ആ റോളാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അവിടെ പ്രസക്തനാണ്. അത് മതി. ഞാൻ മറ്റേ ആളാകാൻ നോക്കുമ്പോഴാണ് ഈ പറയുന്ന ഈഗോ നമുക്കകത്ത് കിടന്ന് പുഴുത്ത് മാനസിക ക്യാൻസറായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ എത്ര സുഖമാണെന്നറിയാം ജീവിക്കാൻ, ഭയങ്കര രസമാണ്. അതില്ല എങ്കിൽ ഭയങ്കര സുഖമാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രത്യേക സുഖമുണ്ട്. അപ്പം എൻ്റെ ഒരു വളർച്ച, എനിക്കൊരു സംവിധായകനാകണം, അല്ലെങ്കിൽ നടനാകണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം എൻ്റെ അമ്മയ്ക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാനായിരുന്നു. ഞാൻ ഇന്നതായി, നടനായി, 10 പേര് അറിയുന്ന. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് അവർ മരിച്ചു. അപ്പോൾ എനിക്ക് ആ വലിയൊരു ബാധ്യതയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ആരുടെ മുമ്പിൽ എനിക്ക് കാണിക്കേണ്ട, നടനും കാണിക്കേണ്ട, സംവിധാനം കാണിക്കേണ്ട. പിന്നെ ഞാൻ ചത്തതിന് ശേഷം സ്റ്റാച്യൂവിൽ കൊണ്ടുപോയി എൻ്റെ സ്റ്റാച്യു വെച്ചിട്ട് ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ബിരിയാണി കഴിക്കാതിരുന്നിട്ട് മരിച്ചതിന് ശേഷം അവിടെ കൊണ്ട് സ്റ്റാച്യു വയ്ക്കുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കുക, നല്ലതായിട്ടുള്ളൊരു ലൈംഗിക ജീവിതം ഉണ്ടായിരിക്കുക, എന്നാൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുക, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ പറ്റുക, ഇതൊക്കെയാണ് ജീവിതം. പക്ഷെ മറ്റൊരാളെ തൃപ്തിപ്പെടുത്തുന്നതിലുപരി ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതുകൊണ്ട് അതിന് എൻ്റേതായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. കവിത എഴുതുന്നുണ്ട്, നാടകം എഴുതുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊരു ഭയങ്കര ഭാരിച്ച ഉത്തരവാദിത്വമില്ലേ? എന്തിനത്രയും വലിയ എനിക്കൊരു രീതിയുണ്ട്. എനിക്കൊരാൾ 2000 രൂപ ശമ്പളം തരുന്നെന്ന് വെച്ചോ, ഞാൻ 200 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് 2000 രൂപ ശമ്പളം വാങ്ങിക്കും. 1800 രൂപ എൻ്റെ ഇൻ്റലിജൻസാണ്. ഹാർഡ് വർക്കറല്ല, സ്കിൽ വർക്കറാണ്. ഇപ്പം താഴെ ഒരു ആണി കിടക്കുന്നു, ഇവിടെ ഒരു കാന്തം ഉണ്ടെന്ന് വെച്ചോ, നമ്മളിങ്ങനെ കുനിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കാന്തം കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, വരും. അപ്പം അങ്ങനെ പണിയെടുക്കാനാണ് ഇഷ്ടം. ഞാൻ ജോലി ചെയ്യുന്നിടത്തൊക്കെ പറയും, ചില ആൾക്കാർ അഭിനയിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊക്കെ അഭിനയിക്കും. അപ്പം ഞാൻ പറയാം, ആകെപ്പാടെ 2000 രൂപയിലെ തരണം, 20,000 രൂപയുടെ അഭിനയത്തിന് കാണിക്കുന്നത്. 200 രൂപയുടെ അഭിനയം കാണിച്ച് 2000 രൂപ വാങ്ങിച്ചാൽ പോകാൻ നോക്ക്, നീ കിടന്ന് മരിക്കണെന്തിന് പറയാറുണ്ട്. അത് എല്ലാ മേഖലയിലും ഉണ്ട്. ജീവിതത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയൊരു പ്രിയപ്പെട്ട ഒരു സാഹിത്യകാരൻ ഉണ്ടാവുമല്ലോ, ഒരു എഴുത്തുകാരൻ, അങ്ങനെ പറയാൻ പറഞ്ഞ ആരുടെ പേര്? ഒരു ടെക്സ്റ്റ് എൻ്റെ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സമൂഹത്തിലെ പകൽമാന്യന്മാരോടൊക്കെ ഉള്ള, ഞാൻ ഇൻഷർട്ട് ചെയ്യുന്ന ആളല്ല, ഞാൻ അഭിനയിക്കുമ്പോൾ മാത്രമാണ്, അഥവാ സാഹചര്യം മാത്രമേ എൻ്റെ അടുത്ത് എൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇൻഷർട്ടൊക്കെ ചെയ്തൊക്കെ അങ്ങനെ നടന്നുകൂടെ? എനിക്കെന്തോ സിങ്കാകാത്ത പോലെ എനിക്ക് തോന്നും. ഫുൾ സ്ലീവൊക്കെ ഇട്ട് ഇൻഷർട്ടൊക്കെ ചെയ്ത് നടക്കുമ്പോൾ എന്തോ ഒരു എൻ്റെ ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ കഥാപാത്ര സ്വഭാവത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്ന അതിന് ഇത് ചേരില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ചില പകൽ മാന്യതകളോടുള്ള വിയോജിപ്പ്, അതിൽ നിന്നൊക്കെ ആയിരിക്കും രാവണിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. ഞാൻ ഈ രാമനിൽ നിന്ന് രാവണിലേക്കൊക്കെ എത്തിപ്പെടുന്ന വലിയ നല്ലവന്മാരായിട്ട്, എനിക്ക് വലിയ നല്ലവന്മാരായിട്ടുള്ള കൂട്ട് കുറവാണ്. അങ്ങനെയുള്ളിടത്ത് ഞാൻ സെറ്റ് ആവില്ല. എനിക്ക് ഇത്തിരി കുഴപ്പം പിടിച്ച ആൾക്കാരോടൊക്കെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഞാനും അങ്ങനത്തെ ഒരാളാണ്. എന്ന് വെച്ചാൽ സാമൂഹ്യ ദ്രോഹിയോ ജനങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുത്തനോ അല്ല, ഒന്നുമല്ല. ജീവിതത്തിനെ സ്വാധീനിച്ച ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് പാവങ്ങളാണ്. ലേ മിസറബിൾസ്, വിക്ടർ ഹ്യൂഗോ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്. അതിലെ ജീൻ വാൻജി ഭയങ്കര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള. ഇപ്പം ഞാൻ ഒരു പക്ഷേ എൻ്റെ നിലനിൽപ്പ് പോലും ഒരച്ഛനാണ്. ഞാനിപ്പം നിലവിൽ ജോലി ചെയ്യുന്നത് നമ്മുടെ മുരിങ്ങൂർ, ചാലക്കുടി അടുത്തുള്ള മുരിങ്ങൂർ ഡിംസ് കോളേജ് ഉണ്ട്, ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ സയൻസ്. അതിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. എന്നെ അവിടെ ആ ജോലിയിൽ പിടിച്ചിരുത്തിയിരിക്കുന്ന ഒരു അച്ഛനാണ്. പലപ്പോഴും എനിക്ക് ഞാൻ ജീൻവാൻ ജീനായിട്ടും ആ അച്ഛൻ മെത്രാനച്ഛനായിട്ട് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അങ്ങനെ ജീവിതത്തിലൊരു സ്വാധീനിച്ച റൈറ്റർ വിക്ടർ ഹ്യൂഗോയാണ്. പിന്നെ ആ ഒരു പുസ്തകം, ഏത് പുസ്തകം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പാവങ്ങൾ. ഞാൻ എൻ്റെ ഒരു 15ാമത്തെ വയസ്സിൽ എനിക്ക് SSLC പരീക്ഷ എഴുതാൻ പറ്റാതെ ആശുപത്രിയിലായിപ്പോയി, ന്യൂമോണിയ ബാധിച്ചിട്ട്. ആ സമയത്ത് ആശുപത്രി കിടന്നിട്ടാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം കൂടെ ജീവിതത്തിൽ വന്നപ്പോഴത്തേക്ക് ഈ പുസ്തകത്തിന് അറിയാലോ, ഏകദേശം കഥയൊക്കെ അറിയാലോ, അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പേഴ്സണൽ ക്യാരക്ടർ മോഡുലേഷനകത്ത് പുസ്തകം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം ആ പുസ്തകം എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഈ വർത്തമാനം പറച്ചിലിന് പിന്നിലും ഏതാണ്ട് ഒരു 30 വർഷം ബാക്കിലേക്ക് പോയാൽ ആ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ സ്വാധീനം നമ്മുടെ കഥാപാത്ര സ്വഭാവത്തിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു റൈറ്റർ മലയാളത്തിൽ ബാലേന്ദ്രൻ ചുള്ളിക്കണ്ട 4 വരി എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഏത് വരികളാണ്? പരലോകയാത്രയ്ക്കിറങ്ങും മുൻപേ വഴിവായനയ്ക്കൊന്നു കൊണ്ടുപോകാൻ സ്മരണത്തൻ ഗ്രന്ഥാലയത്തിലെത്തും ധൃതിയിലൻ ഓമനെ നിൻ ഹൃദയം പരതി തളർന്നു പോകെ ഒരു നാളും നോക്കാതെ മാറ്റിവെച്ച പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും, അതിലെൻ്റെ പേരിൻ്റെ നേരു കാണും, അതിലെൻ്റെ ജീവൻ്റെ നേരു കാണും. ഇത്രയും പുസ്തകങ്ങൾ വായിച്ചാൽ ഈ ഒരു 5 വരി എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടേ ഇല്ല. എന്നെ ഭയങ്കര സ്വാധീനിച്ച ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വരികളാണ്. കവിതകളാണ് കൂടുതലും വായിച്ചിട്ടുള്ളത്. പുസ്തകങ്ങളിലെ കവിതകളാണ് കൂടുതലും വായിച്ചിട്ടുള്ളത്.
കവി വായിക്കുന്നത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പറ്റി പറയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു അധ്യാപകനാണ്. അതേപോലെ ഭയങ്കരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാക്കുകളെ പടവാളാക്കിയാന്ന് ആ ഒരു വിശേഷണത്തിന് അർഹനായ ഒരു വ്യക്തി തന്നെ. നമ്മുടെയൊക്കെ ഡിഗ്രി സമയത്തൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീട് അത്തരം സ്വാധീനങ്ങളിൽ പെടാൻ പാടില്ല എന്നുള്ളത് സ്വയം മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ആ സ്വാധീനങ്ങളിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. സ്വാധീനിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. ഇപ്പൊ എം മുകുന്ദനായിരുന്നാലും ഇദ്ദേഹമൊക്കെ ആയിരുന്നാലും നമ്മുടെ ആ ഒരു യൗവന കാലഘട്ടം, അതായത് നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് നമ്മൾ എസ്കേപ്പായി. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഐഡന്റിറ്റി സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്ത് മാറി നിൽക്കണം എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ട് മാറിയതാണ്. സ്വാധീനിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നാടകകൃത്തായതുകൊണ്ട് തന്നെ ഷേക്സ്പിയറിയൻ ഡ്രാമാസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? 7 കൊല്ലമാണ് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അക്കാഡമിക്കലായിട്ട് നാടകം പഠിച്ചത്. അതിനു മുമ്പ് പ്രൊഫഷണൽ നാടകത്തിന്റെ മുതലാളിയായിരുന്നു. പൈസ മുടക്കി നാടകം ചെയ്ത് 2.5 ലക്ഷം രൂപ പൊട്ടിപ്പോയി, അങ്ങനെ ആത്മഹത്യ ചെയ്യാനൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ നാടകത്തിൽ കളിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഡ്രാമ സ്കൂളിൽ നാടകം പഠിക്കാനായിട്ട് പോകുന്നത്. 7 കൊല്ലം സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന ഒരാൾക്ക് ഷേക്സ്പിയറിന് അറിയാതെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അതെ. അപ്പോൾ ഷേക്സ്പിയറിന്റെ എല്ലാ നാടകങ്ങളിലൂടെയും ചിലതൊക്കെ അവതരണങ്ങളിലൂടെ പോയിട്ടുണ്ട്, അല്ലാതെ വായനയിലൂടെ പോയിട്ടുണ്ട്, എക്സാമിലൂടെ പോയിട്ടുണ്ട്, പരീക്ഷ എഴുതിയിട്ടുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഡ്രാമ ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രാമ ഹേമന്ത് കുമാറിന്റെ പെരുന്തച്ചൻ. ഷേക്സ്പിയറിന്റെ നാടകത്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹേമന്ത് കുമാറിന്റെ പെരുന്തച്ചൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ നാടകമാണ്. ഷേക്സ്പിയറിന്റെ നാടകത്തിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹേമന്ത് കുമാറിന്റെ പെരുന്തച്ചൻ. രാധൻ കണ്ണപുരം നായകനായിട്ട് അഭിനയിക്കുന്ന പെരുന്തച്ചൻ എന്ന് പറയുന്ന നാടകത്തിന്റെ രചന മനോജ് നാരായണന്റെ സംവിധാനമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഹേമന്ത് എഴുതിയിരിക്കുന്ന പെരുന്തച്ചൻ എന്ന് പറയുന്ന നാടകമാണ് ഞാനെന്ന് പറയുന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടത്. ഷേക്സ്പിയറിന്റെ നാടകങ്ങളെക്കാളും ഞാൻ മനസ്സിലാക്കിയ ഷേക്സ്പിയർ നാടകങ്ങളെക്കാളും എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇനി നാരങ്ങ മുട്ടായാണ് ഇഷ്ടം, മറ്റേ ബർഗറിനേക്കാളും. അതുകൊണ്ട് നാരങ്ങ മുട്ടായാണ് ഇഷ്ടം. സത്യമല്ലേ പറയണ്ടത്? നിങ്ങൾ ചോദിക്കുന്നത് സത്യമാണോ പറയേണ്ടത്? പക്ഷെ എന്റെ ചോദ്യം അതായിരുന്നില്ല. ഷേക്സ്പിയർ എന്ന വ്യക്തിയുടെ നാടകങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട നാടകം ഏതായിരുന്നു? ഏതൊരു ചോദ്യം ചോദിക്കുന്ന ഒരാൾക്കും നമുക്കൊരു മുൻവിധി ഉണ്ടായിരിക്കും, ഇന്നതാണ് ഉത്തരം എന്നുള്ളത്. പിന്നെ ഇപ്പൊ നമ്മൾ APJ എൻ്റെ ഒരു ഉദാഹരണം പറയുന്നതാണ്, എൻ്റെ ഒരു എൻ്റെതായ അറിവ് വെച്ചിട്ടുള്ള ഒരു ഉദാഹരണം. അബ്ദുൽ കലാം ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. സർ, ഇന്ത്യക്ക് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തൊട്ടുകൂടെ പെട്ടിക്കട നടത്തുന്ന ഒരു അപ്പുണ്ണൻ അല്ലെങ്കിൽ അപ്പുച്ചേട്ടൻ, അദ്ദേഹം ഇരിക്കുന്നു. അയാളടുത്തും ചോദിക്കുന്നു, അണ്ണ എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? 2 ചോദ്യം ഒന്നാണ്, പക്ഷെ ഉത്തരങ്ങൾ 2ആയിരിക്കാൻ സാധ്യതയില്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല. നമ്മുടെ ഓരോ ചോദ്യകർത്താവിനും ചില പ്രതീക്ഷകളുണ്ടായിരിക്കും, അതായിരിക്കില്ല അതിൻ്റെ ഉത്തരം. ചില ചോദ്യങ്ങൾക്ക് ചില മറു ചോദ്യങ്ങളാണ് ഉത്തരം. ആ നാടകത്തിൽ പറയാന്നിരുന്നതിന് ചോദ്യങ്ങളാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. മറ്റ് പലരും എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ, ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യങ്ങളാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. അപ്പം നമ്മളുടെ ചില ചോദ്യങ്ങൾക്ക് മറു ചോദ്യങ്ങളായിരിക്കും ഉത്തരം എന്നുള്ളതാണ്. അത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഹേമന്തിൻ്റെ ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള നാടകമാണ്. നല്ല രചനയാണ്. വെള്ളം തുപ്പുന്ന പാവയുടെ ചെകിട്ടത്തടിക്കുന്ന പാവയുടെ കഴുത്ത് വെട്ടുന്ന പാവ ഉണ്ടാക്കാൻ തച്ചൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ലടാ കണ്ണ, നീ എന്നെ വിളിച്ചത് തച്ച എന്നല്ല അച്ച എന്നാണ്. പെരുന്തച്ചൻ മകൻ്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗാണ്. ഹേമന്ത് കുമാറിൻ്റെ രചന. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്നാണ്. പിന്നെ നമ്മൾ അറിയുകയും കൂടെ വേണ്ടേ, നമുക്ക് അറിയാൻ പറ്റണമല്ലോ. നമ്മൾ കൂടുതൽ അറിയുന്നതിനെ കൂടുതൽ ഇഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ ഷേക്സ്പിയറൊക്കെ എവിടെയോ നിൽക്കുന്ന ആൾക്കാരാണ്. അതിന് കൂടുതൽ അറിയില്ല എനിക്ക് അതിനെക്കുറിച്ച്. 7 കൊല്ലം പഠിച്ചു, ഇന്ന നാടകങ്ങളാണ്, ഇതൊക്കെയാണ് നാടകം, എല്ലാം ടു ബി ഓർ നോട്ട് ടു ബി ഒക്കെ അറിയാം. പക്ഷേ എനിക്ക് കൂടുതൽ അറിയാവുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പെട്ടിക്കടയിൽ നാരങ്ങ മുട്ടയെ കുറിച്ച് കൂടുതൽ അറിയാം എന്നുള്ളതാണ്. മറ്റേത് അറിഞ്ഞൂടെ എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടും. ഇപ്പോൾ ഒരു മദാമയും നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ത്രീയും, അത്യാവശ്യം കാണാൻ ചുവടുള്ളൊരു നാട്ടിലുള്ള സ്ത്രീ മദാമയും പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിലുള്ള സ്ത്രീയെ നോക്കുള്ളൂ. ഞാനെന്ന് പറയുന്ന പുരുഷൻ എൻ്റെ നാട്ടിലുള്ള ആ സ്ത്രീ അവരുടെ ഭംഗിയെ ആസ്വദിക്കുള്ളൂ. ഇപ്പൊ സാറിന്റെ അഭിപ്രായത്തിൽ ഈ ദൈവം ഉണ്ടോ? എൻ്റെ ഒരു നാടകത്തിനകത്ത് ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിനോട് ഇതേ ചോദ്യം തന്നെ ഞാൻ എഴുതിയ നാടകത്തിനകത്ത് ചോദിക്കുന്നുണ്ട്. അഹല്യാവതി ഘടോൽഗജൻ ഈ നേരത്തെ പറഞ്ഞ ഭീമന്റെ പുത്രനാണ്, ഹിഡുംബിയുടെ മകനാണ്. ഘടോൽഗജൻ വിവാഹം കഴിക്കുന്ന അഹല്യാവതി എന്ന് പറയുന്ന നാഗകന്യകയാണ്. അത് വെച്ചിട്ടാണ് പെണ്ണുരുക്ക് എന്ന് പറഞ്ഞൊരു നാടകം എഴുതിയിട്ടുണ്ട്. അത് ഒരു അവതരണം മാത്രമേ നടന്നിട്ടുള്ളൂ കൊല്ലത്ത്. അപ്പം അതിനകത്ത് ചോദിക്കുന്നുണ്ട്,
പല പല ചോദ്യങ്ങൾ, എന്താണ് സ്ത്രീ, എന്താണ് പുരുഷൻ, അങ്ങനെ അങ്ങനെ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ എഴുതുകയാണ്. ഒരു രാത്രി ഒരു 9 മണിക്ക് വീട്ടിൽ നിന്ന് എഴുതുകയാണ്. അഹിലാവതി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ എഴുത്തുകാരൻ എന്നുണ്ടെങ്കിൽ നാളെ എഴുതുന്നു. എന്താണ് പുരുഷൻ അതിനെ എഴുതി, എന്താണ് പ്രകൃതി, എന്താണ് സ്ത്രീ, എന്താണ് അമ്മ, എന്താണ് അച്ഛൻ എന്നെഴുതി. അപ്പോൾ എഴുതിയിട്ട് എന്താണ് ദൈവം എന്നെഴുതി. ഈ അച്ഛൻ വരെ എഴുതി വന്നതെല്ലാം ഫ്ലോയിൽ എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ദൈവം എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോഴത്തേക്ക് എന്തെഴുതണമെന്ന് കുറച്ച് നേരം ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ ഒന്നിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊക്കെ വന്നിട്ടാണ് വീണ്ടും ഒരു ഉത്തരം എനിക്ക് കിട്ടി. കാരണം ആരും ഇല്ലാതായിപ്പോയ ഒരാൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വാസപരമായിട്ട് ഈ പറഞ്ഞ ഒരു മാർസിയൻ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരു ഇടതുപക്ഷ ചിന്തയുള്ള ഒരു മനുഷ്യനാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ചില കാര്യങ്ങളോട് വിയോജിപ്പുമുണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റാണ്. പ്രവൃത്തി കൊണ്ടും ഒരു പരിധിവരെ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഈ ഒരു ചോദ്യം വന്നപ്പോൾ എന്താണ് ദൈവം എന്ന് എഴുതിയപ്പോഴത്തേക്ക് ഞാനതിന് എഴുതിയ ഒരു മറുപടി, ആ കഥാപാത്രത്തിൻ്റെ മറുപടിയായിട്ട് എഴുതിയത്, ആരുമില്ലാതായി പോയ ഒരുവന് അല്ലെങ്കിൽ ഒരുവൾക്ക് തോന്നുന്ന അഭയസങ്കേതം എന്നാണ് എഴുതിയത്. പിന്നീട് ഞാനത് റിലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കാസ്റ്റവേ എന്നും പറഞ്ഞിട്ടൊരു പടമുണ്ട്. ആ പടത്തിനകത്ത് ഒരു ദ്വീപിൽ ഒറ്റപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്. അതിനകത്ത് പറയാതെ പറയുന്ന ഒരു ദൈവസങ്കല്പമുണ്ട്. ആ ഫുട്ബോൾ പറയാതെ പറയുന്ന, ആ ഫുട്ബോളുമായിട്ട് കമ്മ്യൂണിറ്റി, ഫുട്ബോൾ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അയാൾ അതിനെ തേടിപ്പോകുന്നു, അയാളുടെ ജീവൻ പോലും വകവയ്ക്കാതെ, കാരണം ഫുട്ബോളുമായിട്ട് അത്ര അറ്റാച്ച്ഡായി. അത് പറയാതെ പറയുന്ന ഒരു ദൈവസങ്കല്പമാണ്. അതിൻ്റെ ഒരു മറുഭാഷ്യം തന്നെയാണ് ഇതും. കാരണം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുന്ന, ആരും ഇല്ലാതായിരിക്കണം. ഇത് ഇപ്പം ഞാൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ആരുമില്ലാത്തവൻ്റെ അഭയസങ്കേതമാണ്. അപ്പം അത് അനുഭവിച്ചവനെ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അനുഭവിക്കാത്തവർക്ക് അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാം. പക്ഷെ ഒറ്റപ്പെടലെന്ന് പറയുന്ന ഒരു സാധനം ആരും സംസാരിക്കാനില്ലാത്തവന് കണ്ടെത്താൻ പറ്റുന്നൊരു സത്യമാണ് ദൈവം. കാരണം അവന് അനിവാര്യതയാണ്, കണ്ടെത്തിയേ പറ്റും, അല്ലെങ്കിൽ അവർക്ക് കണ്ടെത്തിയേ പറ്റും. അതാണ് എൻ്റെ ഒരു ദൈവസങ്കല്പം. എന്തോ ഒരു ടോട്ടൽ പ്രപഞ്ചത്തിനകത്ത് നമ്മൾ പോലും അറിയാത്ത എന്തോ ഒരു കോസ്മിക് എനർജി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തോ ഒരു എനർജി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ പള്ളിയിൽ പോകാൻ, അമ്പലത്തിൽ പോകാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. നമുക്കൊരു മനസ്സമാനം ഉണ്ടെങ്കിൽ എവിടെ വേണം. ഇപ്പോൾ കള്ളു ഷാപ്പിലാണ് മനസ്സമാനെങ്കിൽ കള്ളു ഷാപ്പ്, അമ്പലത്തിലാണ് മനസ്സമാനെങ്കിൽ അമ്പലം, പള്ളിയെങ്കിൽ പള്ളി. മനസ്സമാനം കിട്ടുന്ന സ്ഥലം എവിടെയാണെങ്കിലും. അത് KSRTC സ്റ്റാൻഡിൻ്റെ സൈഡിൽ ഒരു പേപ്പർ വിരിച്ച് കിടന്നാൽ അവിടെ സമാധാനം കിട്ടുമെങ്കിൽ അത് തന്നെയാണ് സമാധാനം. തൂണിലും തുരുമ്പിലും എല്ലാത്തിനും ദൈവം ഉണ്ടെന്നല്ലേ അറിവുള്ള ആൾക്കാർ പറയും. പ്രകൃതി ശക്തി ഉണ്ട്, അത്രയൊക്കെ അറിയാവൂ. പിന്നെ ദൈവത്തിനെ വ്യാഖ്യാനിച്ചൊക്കെ സംസാരിക്കണമെങ്കിൽ എൻ്റെ ബുദ്ധി പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി ബുദ്ധിയുള്ള ആൾക്കാർക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മിനിമം ബുദ്ധിയിൽ ഇത്രയൊക്കെയാണ് ദൈവം. സാറിൻ്റെ അധ്യാപന ജീവിതത്തെ പറ്റി ഒന്ന് പറയോ? അധ്യാപന ജീവിതം, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അധ്യാപകനായതാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ട്യൂട്ടോറിയൽ കോളേജുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ ട്യൂഷനൊക്കെ കുട്ടികളൊക്കെ വരാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പഠിപ്പിച്ചാണ് എൻ്റെ അധ്യാപന ജീവിതം തുടങ്ങുന്നത്. ഒരു പ്രീ ഡിഗ്രി സമയത്തൊക്കെ, പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ പ്രൊഫഷണലി പാരലൽ കോളേജിൽ അധ്യാപനമായിട്ട് മാറി. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോൾ തന്നെ പാരലൽ കോളേജിൽ അധ്യാപനമായിട്ട് മാറി. വിഷയം അന്ന് മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു. ഞാൻ ഒരു ഡിഗ്രി മലയാളം സാഹിത്യമാണ്. അപ്പോൾ അതാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നിലവിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ സയൻസിൽ, അത് മൊത്തം മീഡിയ കോളേജാണ്. അവിടെ HOD ആണ്, ഫിലിം ആൻഡ് ടെലിവിഷൻ്റെ HOD ആണ്. വളരെ ഈ പറഞ്ഞ പോലെ വളരെ സമാധാനമുള്ള ഒരു അന്തരീക്ഷമാണ്. കാരണം ഈ പറഞ്ഞ സിനിമ അല്ലെങ്കിൽ സീരിയൽ മേഖലകൾ പോലെ ഞാൻ ഇതിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ഈഗോയോ അല്ലെങ്കിൽ മത്സര മനോഭാവമോ ഒന്നും ഈ സ്പേസിൽ നിന്ന് എനിക്ക് വരുന്നില്ല. വളരെ സ്നേഹമുള്ള, നമ്മളെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെ ഭയങ്കരമായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. പല സഹായങ്ങൾ, മാനസികമായിട്ടുള്ള പിന്തുണ തരുന്നുണ്ട്. നമ്മൾ കേൾക്കാൻ തയ്യാറാകുന്ന അങ്ങനെ നല്ലൊരു സൗഹൃദ അന്തരീക്ഷമുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറുള്ള, നമുക്ക് ഏതാണ്ട് 300-നകത്ത് കുട്ടികളേ ഉള്ളൂ. 5 ഡിപ്പാർട്ട്മെൻറ്റ് 300-നകത്ത് കുട്ടികളേ ഉള്ളൂ. ചെറിയൊരു ക്യാമ്പസാണ്. 2 ക്യാമ്പസുണ്ട്, പക്ഷേ മെയിൻ ക്യാമ്പസ് ചെറിയൊരു ക്യാമ്പസാണ്. അതുകൊണ്ട് തന്നെ ഇൻറ്റിമസി കൂടുതലാണ്. നമ്മൾ വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ടുള്ള ഇൻറ്റിമസി കൂടുതലാണ്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലെ കോളേജാണ്. പിന്നെ നല്ല മിടുക്കരായിട്ടുള്ള നേരത്തെ പറഞ്ഞല്ലോ, ടെക്നിക്കലിയൊക്കെ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. പക്ഷേ ക്രിയേറ്റിവിറ്റി കൂടെ കുറച്ചും കൂടി വേണം എന്ന്, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പുതിയ കോളേജിൽ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ 1 വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ. അല്ലാതെ ഏതാണ്ട് ഒരു 5 വർഷത്തോളം നമ്മുടെ അങ്കമാലി ഡിസ്ട്രിക്ട് കോളേജിൽ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അവിടെ ഒരു 6 കൊല്ലം ഇതേപോലെ മീഡിയ കോളേജിൽ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത ശിഷ്യന്മാരൊക്കെ പറയാറുണ്ട്, ശിഷ്യന്മാരും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, യു ആർ നോട്ട് എ ഗുഡ് ആക്ടർ, യു ആർ നോട്ട് എ ഗുഡ് ഡയറക്ടർ, യു ആർ നോട്ട് എ ഗുഡ് റൈറ്റർ, ബട്ട് യു ആർ എ ഗുഡ് ടീച്ചർ. ഞാൻ ക്ലാപ്പ് വാങ്ങിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്ന അധ്യാപന, അലങ്കാരികമായിട്ട് പറയുന്നതല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാപ്പ് കിട്ടി ഇറങ്ങുന്ന അധ്യാപന. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ തള്ള്, അങ്ങനെയുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിന് വേണ്ടി ആ തള്ള് പറയുന്ന ആളല്ല,
അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഈ അംഗീകാരത്തിൽ വിശ്വസിക്കുന്നില്ല. കയ്യടികളിൽ നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ, എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ, ദയവ് ചെയ്ത് പ്രിയപ്പെട്ട കലാകാരന്മാരെ, കലാകാരികളെ, നിങ്ങൾ വേദിയിൽ കയറി പരിപാടി അവതരിപ്പിച്ചിട്ട് നിങ്ങൾ കയ്യടിക്ക് പ്രോത്സാഹിപ്പിക്കുന്നു ജനങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനും വേദിയിൽ നിന്നവനാണ്. 2000 വേദികളിൽ നാടകത്തിലും അതിലൊക്കെ പോയിട്ടുള്ള ആളാണ്, പാട്ടിനൊക്കെ പോയിട്ടുള്ള ആളാണ്. ഒരാളത്ത് ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ കൈയടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ വരാൻ പോകുന്ന പുതിയ നാടകത്തിൽ കൈ അടിക്കരുതെന്ന് സ്ട്രിക്റ്റായിട്ട് പറയുകയാണ്. വരാൻ പോകുന്ന പുതിയ നാടകത്തിനകത്ത് നിങ്ങൾ ഈ നാടകം കണ്ട് കൈയടിക്കരുത്. ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നാടകത്തിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ആശയം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ട് അത് ഈ സമൂഹത്തിന് അനുഗുണമാകുന്ന രീതിയിൽ മാറ്റപ്പെടുകയാണെങ്കിൽ അതാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനം, കേവലം കയ്യടികളല്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ പല സ്റ്റേജ് ഷോസും നമ്മൾ കാണുമ്പോൾ തന്നെ അതിന്റെ തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള ഫ്രണ്ടിൽ നിങ്ങൾ 2 കൈകളും കൂട്ടിമുട്ടുമ്പോൾ കേൾക്കുന്ന ശബ്ദമാണ് നിങ്ങളുടെ പ്രോത്സാഹനം. നിങ്ങൾ കൈയടിക്കൂ. പോരാ, ഇന്നലെ ഏതൊരു പ്രോഗ്രാം എടുക്കട്ടെ, ഏതൊരു പയ്യൻ പാട്ട് പാടുന്ന പയ്യൻ, പോരാ കുറച്ചും കൂടി ഉറക്കെ, അപ്പൊ നമ്മൾ തുടങ്ങിയല്ലേ കൈയടിക്കൂ. നിങ്ങൾ തരുന്ന കൈയടി എന്തിന് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത്? എന്ത് നാണം കെട്ട പരിപാടിയാണത്. മറ്റേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പെർഫോമൻസ് കണ്ട് അറിയാതെ വീഴുന്ന കൈയടി ഉണ്ടല്ലോ, അറിയാതെ വീഴുന്ന കൈയടി, അതാണ് പ്രോത്സാഹനം. അപ്പൊ അറിയാതെ കൈയടിച്ചു പോകുന്നു. അല്ലാതെ ഇത് ആ ശൈലി മാറ്റണമെന്ന് ഒരു ഞാനൊരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ആ ശൈലി മാറ്റണം ദയവ് ചെയ്ത്. നിങ്ങൾ ഇനി യാചിക്കരുത്, കയ്യടികൾ യാചിക്കരുത്. നാണം കെട്ട ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ പ്രേക്ഷകൻ പുഴുത്തു പോകുന്നു, വന്ന് യാചിക്കുന്നു. എന്തിന് ചെയ്യരുത്? ഞാൻ ചെയ്യാറില്ല. എനിക്ക് തോന്നിയ സാധനം പറയുകയും ചെയ്തു. രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണെന്ന് വിളിച്ച് പറയാനുള്ള പഴയ കുട്ടിയുടെ ആർജവം ഇപ്പോഴും ഉണ്ട്. പറയും. അതിൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഒരു കലാകാരൻ രീതിയിൽ എൻ്റെ ഒരു മനസ്സിലാക്കൽ. അതെ, അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ. ഉണ്ട്, അത് പറയും. രാജാവ് നഗ്നാണെങ്കിൽ വിളിച്ച് പറയാനുള്ള പഴയ ആ കുട്ടിയുടെ ആർജവവും പുതിയ ഈ കുട്ടിയുടെ ബോധവും ഈ കുട്ടിക്കുണ്ട്. അത് പറയും, പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പം ഒരു നാടകം അവതരിപ്പിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ പ്രശസ്തമായ ഒരു നാടക സംഘമാണ് അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അവർ അനൗൺസ് ചെയ്തു, നാടകത്തിൻ്റെ നല്ല അവതരണത്തിലേക്കായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക നാടകത്തിൻ്റെ നല്ല അവതരണത്തിലേക്ക് അനൗൺസ് ചെയ്തു. അപ്പോൾ എന്നിട്ട് നാടകം അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ തൃശ്ശൂരുകാരനായിട്ടുള്ളൊരു മനുഷ്യൻ തന്നെ, പുള്ളി ഒരു കവിയൊക്കെയാണ്, പുള്ളിക്ക് ഫോൺ വന്നു. പുള്ളി മിക്കവാറും സമയം മദ്യപിച്ചൊക്കെ നടക്കുന്ന ഒരു കവിയൊക്കെയാണ്, മരിച്ചുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് ഫോൺ വന്നു. അപ്പോൾ സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന പിൽക്കാലത്ത് വലിയ പ്രശസ്തനായി മാറിയ ഒരു സിനിമ നടൻ അദ്ദേഹവും മരിച്ചുപോയി. ഒരു സിനിമ നടൻ പറഞ്ഞു, ആരോടാ അവിടെ ഒരു തെറി പറഞ്ഞിട്ട്, ഒരു അസഭ്യം പറഞ്ഞിട്ട് അവനെ പിടിച്ച് പുറത്താക്കടാ, അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ് പറഞ്ഞത്. എനിക്കപ്പം തോന്നി ഇത് ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. അഭിനയിച്ചുകൊണ്ട് നിന്ന ആളാണ് പറഞ്ഞിരിക്കുന്നത് തോന്നി. മനസ്സിൽ ചലഞ്ച് എടുത്തു. അതിലൊരു നടനെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഒരു 4 ദിവസം കഴിയുമ്പം തിരുവനന്തപുരം മ്യൂസിയം അസോസിയേഷൻ ഹാളിൽ എൻ്റെ ഒരു കൊച്ചു നാടകമുണ്ട്, ഒന്ന് കാണാൻ വരും എന്ന് പറഞ്ഞു. നാടകം കാണാൻ ആൾ വന്നു. നാടകത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, മേക്കപ്പ് തൊട്ട് നാടകം. നാടകം തുടങ്ങി സ്റ്റേജിൽ സാധനങ്ങളൊക്കെ വെച്ച് മേശയൊക്കെ വെച്ച് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ വരും, സംവിധാനം തന്നെ. നാടകം എന്തായാലും ഔപചാരികത്തിന് ഒരു ഭാഷയില്ല. നാടകം കാണാൻ വന്ന ആൾക്കാർക്കൊക്കെ സ്വാഗതം, ഈ ഭാഷയാണ്. നാടകം തുടങ്ങി. പിന്നെ നാടകത്തിൻ്റെ നല്ല അവതരണത്തിലേക്കായി ദയവ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുതെന്ന് പറയുമ്പോഴും അപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യാനാണ് ആൾക്കാർ പോകുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, നാടകത്തിൻ്റെ നല്ല അവതരണത്തിലേക്കായി നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുത്. നിങ്ങൾക്ക് വിളിക്കേണ്ടവർ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് വരുന്ന കോളുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാം, എന്തായാലും ഞങ്ങൾ നാടകം കളിക്കും. അല്ല പിന്നെ അങ്ങനെ പറഞ്ഞ് കളിച്ചിട്ടുണ്ട്, ചരിത്രമാണ്. അതൊന്നും മറ്റേ തിടമ്പ് വെച്ച് പറയുന്നതല്ല, നടന്ന കാര്യമാണ്. അതേ ആൾക്കാർ വന്നൊരു നാടകം കണ്ടു, ഫോൺ വന്നപ്പോൾ ആൾക്കാർ കട്ട് ചെയ്തു. അതാണ്, വിളിക്കേണ്ടവരെ വിളിച്ചില്ല. കാരണം ചിരിപ്പിക്കുന്ന നാടകമാണത്. മൊത്തം ഇന്നത്തെ ഈ ഭക്തി വ്യവസായത്തിനെ ഭയങ്കരമായിട്ട് സറ്റയറിക്കലി കളിയാക്കുന്ന സാധനമാണ്. ഓഡിയൻസിനും കൂടെ ഇൻട്രാക്ഷൻ ചെയ്ത് കളിക്കുന്ന നാടകമാണ്, ഒരു 3 പേര് വെച്ചിട്ട്. അങ്ങനെ കളിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഇങ്ങനെ ചെയ്ത ഒരാളായിരിക്കും ഞാനായിരിക്കും. സ്വിച്ച് ഓഫ് ചെയ്യരുതെന്ന് പറഞ്ഞ് നാടകം കളിച്ചത്. എന്തിന്? പ്രേക്ഷകരുണ്ടെങ്കിലേ ഇവിടെ നടനുള്ളൂ, പ്രേക്ഷകരുണ്ടെങ്കിലേ സംവിധായകനുള്ളൂ, പ്രേക്ഷകരുണ്ടെങ്കിലേ എഴുത്തുകാരനുള്ളൂ. പ്രേക്ഷകരില്ലാതെ ആരുമില്ല. ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുന്നതിന് തെറി പറഞ്ഞ് വേദി നിറക്കി വിടാനായിട്ട് നടൻ എന്ത് സ്വാതന്ത്ര്യം? പ്രേക്ഷകനാണ് രാജാവ്. ഇവൻ അവൻ്റെ അടിമ മാത്രമാണ് അഭിനയിക്കുന്ന നടൻ. ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ വരുന്ന ആളാണ് രാജാവ്. ഈ മറ്റേ ഡിജിറ്റൽ വാളിൽ കാണുന്ന ആള് അയാളുടെ വ്യക്തി ജീവിതം എന്തായിരുന്നാലും നടൻ എന്നുള്ള രീതിയിൽ പ്രേക്ഷകന്റെ അടിമയാണ്. അവനെ രസിപ്പിക്കുന്ന ആളല്ലേ ടിക്കറ്റ് എടുത്ത് കാണാൻ വന്നിരിക്കുന്ന രസിപ്പിക്കുന്ന ആളല്ലേ. അതാ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നു ഭക്തിയെ കച്ചവടവൽക്കരിക്കുന്ന എന്ന് പറഞ്ഞല്ലോ അല്ലെ. യഥാർത്ഥത്തിൽ ഇപ്പോ ഭക്തിയെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഭക്തിയെ കച്ചവടവൽക്കരിക്കുകയാണോ ചെയ്യുന്നത്? നമുക്കൊക്കെ അറിയാം, എന്തിനു പിന്നെ എല്ലാവർക്കും അറിയാം.
ഇല്ലേ? ഉത്സവം പള്ളിയിൽ ഉത്സവം നടക്കുന്നു. ഇന്നലെ ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കണല്ലോ. ഇതൊക്കെ ഞാൻ പറയട്ടെ, പള്ളിയിൽ ഉത്സവം നടക്കുന്നു. ഇന്നലെ വരെ ഇല്ലാത്ത കുറെ പെട്ടിക്കടകൾ കാണും, മറ്റേ തട്ടുകടകൾ, വള, മറ്റേത് മറിച്ചൊക്കെ വരും. അമ്പലത്തിലായിരുന്നാലും ഇതൊക്കെ വരൂലേ, പള്ളിയിലായിരുന്നാലും എല്ലാം ഇതൊക്കെ വരും. ആ നടക്കട്ടെ, ദ്രോഹം ഇല്ലായിരുന്നാൽ മതി. ഇപ്പം നമ്മള് ഈ ഭക്തിയുടെ പേര് ബോംബ് കച്ചവടം ചെയ്യാതിരുന്നാൽ മതി, അല്ല തോക്ക് കച്ചവടം ചെയ്യാതിരുന്നാൽ മതി. ബാക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് 4 പരിപ്പ് വടയോ ഒരു പപ്പട വടയൊക്കെ കൊണ്ടുവന്ന് കച്ചവടം, 2 വളയൊക്കെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തിട്ട് പോയിക്കോട്ടെ. ഭക്തിയൊക്കെ കച്ചവടം നടക്കട്ടെ. ഇപ്പം വിശ്വാസം, ഭക്തിയിലുള്ള വിശ്വാസം, ഭക്തി വിശ്വാസപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇസം എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇസം, അതിലൊരു വിശ്വാസമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസത്തിനെ ബാധിക്കാത്ത തരത്തിൽ, അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാത്ത തരത്തിൽ, അത്തരം വിശ്വാസങ്ങൾ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ ദ്രോഹിക്കാത്ത തരത്തിലുള്ള സാധനങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളിൽ സന്തോഷമായിട്ടിരിക്കട്ടെ. ഭക്തിയിൽ വിശ്വസിക്കുന്നവൻ ഭക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കട്ടെ. ഭക്തി കൊണ്ട് കച്ചവടം ചെയ്ത് ജീവിക്കുന്നവൻ അതവൻ്റെ ബുദ്ധിയാണ്, ആ ഭക്തി വെച്ച് അവൻ കച്ചവടം ചെയ്ത് ജീവിക്കട്ടെ. പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇസത്തിൽ വിശ്വസിക്കുന്നവൻ അങ്ങനെ വിശ്വസിച്ചോട്ടെ, ആ ഇസം വെച്ച് കച്ചവടം ചെയ്ത് ജീവിക്കുന്നവൻ അങ്ങനെ ജീവിച്ചോട്ടെ. അങ്ങനെ എല്ലാവരും ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ജീവിച്ച് പോട്ടെ. ഞാനങ്ങനെയാണ് ഏട്ടാ. ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത്, നമുക്ക് സത്യം പറഞ്ഞാൽ ബുദ്ധി, ശരീരം, മനസ്സ്, ഈ ശരീരത്തിനെയും മനസ്സിനെയും സന്തോഷിപ്പിക്കുക, ആനന്ദിപ്പിക്കുക, അതാണ് ജീവിതം. ഈ ശരീരത്തിനെയും മനസ്സിനെയും വേദനിപ്പിക്കാതിരിക്കുക, സന്തോഷിപ്പിക്കുക, ആനന്ദിക്കുക, അതാണ് ജീവിതം. അങ്ങനെ ശരീരത്തിനെയും മനസ്സിനെയും സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള ടൂളാണ് മൂന്നാമത്തെ ബുദ്ധി. ഈ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സന്തോഷിപ്പിച്ച് ആനന്ദമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ ആ സന്തോഷിക്കലും ആനന്ദിക്കലും രണ്ടാമതൊരാൾക്ക് കണ്ണീരിനോ പ്രയാസത്തിനോ ദുഃഖത്തിനോ കാരണമാകാതിരുന്നാൽ എന്ത് വേണമോ സംഭവിച്ചോട്ടെ. ഭക്തിയെങ്കിൽ ഭക്തി, പ്രസ്ഥാനമെങ്കിൽ പ്രസ്ഥാനം, രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയം, എന്തായിക്കോട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പം അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞില്ല, കാരണം എനിക്കറിയാം അച്ഛൻ മരിക്കുക എന്നുള്ളത് നേരത്തെ ഞാൻ പ്രിപ്പയർ ആയിരുന്നു. എന്നായാലും ഒരു മരിക്കും, ഞാൻ മരിക്കണതിന് മുന്നേ മരിക്കും, വളരെ അനിവാര്യമാണ്, മരണം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അമ്മ മരിച്ചപ്പോൾ അത്രയും വലിയ ഉള്ളിൽ സത്യം വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം ഇത് നമുക്ക് നടനാകണ്ട, സംവിധായകനാകണ്ട, ഒന്നും ആകേണ്ടത് മറ്റെല്ലാം അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ആത്മാർത്ഥമായിട്ടുള്ള അഭ്യുദയകാംക്ഷി എന്ന് പറഞ്ഞാൽ അമ്മയാണ് എൻ്റെ വിശ്വാസത്തിൽ. നമ്മളോട് കാണാം, അല്ലെ നീ മറ്റെല്ലാം ചെല്ലുക, അല്ലെങ്കിൽ ഇന്ന അത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതൊക്കെ അതിൻ്റെ ആത്മാർത്ഥയുടെ അളവ് എത്രയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതം വെച്ചിട്ട് ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ ഒരു അഭ്യുദയകാംക്ഷി, അതായത് നമ്മുടെ ഉദയം, നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന ഒരാൾ അമ്മയാണ്. പക്ഷേ അപ്പം നമുക്കത് ചെയ്തേ പറ്റൂ. നമുക്ക് ഒരു സിനിമാ സംവിധായകനാകണം, വലുതാകണം, അല്ലെങ്കിൽ ഒരു സഞ്ജയ് ലീല ബൻസാലി ആകണം എന്നൊക്കെ നമുക്കൊരു ഇത് കാണും. പക്ഷേ അമ്മ മരിച്ചതോടുകൂടി രക്ഷപ്പെട്ട് ഇനി ഒന്നും വേണ്ട, എഴുതണ്ട, സംവിധാനം ചെയ്യേണ്ട, അഭിനയിക്കേണ്ട, സുഖം, ടെൻഷൻ ഇല്ലല്ലോ. ഇത് ഭയങ്കര ജോലി. ലോകത്തെ ഏറ്റവും പ്രയാസം പിടിച്ച പണി എന്ന് പറയുന്നത് ഒരു കൊമേഴ്സ്യൽ സിനിമ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റേ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ട്രാൻസ്ഫോമറിൽ കയറി ഗ്ലൗസൊക്കെ ഇട്ട് പണിയുന്നതിനേക്കാളും റിസ്ക്കാണ്. മറ്റേ പാറ പൊട്ടി ജാക്ക് ഹാമർ വെച്ചിട്ട് പാറ തുറന്നിട്ട് വെടിമരുന്ന് നിറച്ചിട്ട് കത്തിച്ച് പാറ പൊട്ടിക്കുന്നതിനേക്കാളും റിസ്ക്കാണ് ഒരു കൊമേഴ്സ്യൽ, നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിക്കകത്ത് ഒരു കൊമേഴ്സ്യൽ സിനിമ ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസം പിടിച്ച പണിയാണ്. എന്തിനാണ് പോകുന്നത്? നമുക്ക് 1 ലക്ഷം രൂപ വേണ്ട, 20,000 രൂപ മതി, സുഖം. അത് അങ്ങനെയാണ്. എൻ്റെ ബുദ്ധി അതാണ് എന്നെ പഠിപ്പിച്ചത്. ഇത് ശരിയോ തെറ്റോന്നും എനിക്കറിയില്ല, പക്ഷേ പരിപൂർണ്ണ എൻ്റെ അനിയനൊക്കെ പറയും, എൻ്റെ സഹോദരങ്ങളൊക്കെ പറയും, ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന്. കാരണം അവർ ഭയങ്കര വർക്കഹോളിക്കണം, വർക്ക് ചെയ്യുന്നു, പൈസ വാങ്ങുന്നു, വീട് വയ്ക്കണം, കാറ് വാങ്ങണം, ഇനി ഈ കാറ് വാങ്ങിച്ചപ്പോൾ അത് വിൽക്കണം, മറ്റേ പുതിയ കാറ് വാങ്ങിക്കണം, അടുത്ത വീട് വയ്ക്കണം, അപ്പുറത്തെ സ്ഥലം കൂടെ വാങ്ങണം. അങ്ങനെ അവർ അസ്വസ്ഥരാണ്. അവർ നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. അത് നമ്മളെ ജീവിതം തന്ന ഒരു വല്ലാത്തൊരു അറിവാണത്. ജീവിതം തന്ന ഒരു മറ്റേ ബോധിവൃക്ഷത്തിൻ്റെ തണലിരുന്നപ്പോൾ ബുദ്ധന് ഒരു ഇത് കിട്ടിയില്ലേ, ബോധോദയം വന്നത്. അത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. എൻ്റെ വീടിൻ്റെ മുറ്റത്തെ മുരിങ്ങയുടെ ചോട്ടിൽ മൂത്രം ഒഴിച്ചപ്പോൾ എനിക്കും ബോധോദയം ഉണ്ടായി. ബുദ്ധന് ബോധിവൃക്ഷ തണലിൽ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ മുറ്റത്തെ മുരിങ്ങയുടെ ചുവട്ടിൽ മൂത്രം ഒഴിച്ചപ്പോഴത്തേക്ക് എനിക്കും പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി. ഒരു 36-ാമത്തെ വയസ്സിൽ. നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. ആ ബുദ്ധി കൊണ്ട് ശരീരത്തിനെയും മനസ്സിനെയും എല്ലാ അർത്ഥത്തിലും സംതൃപ്തപ്പെടുത്തി സന്തോഷപ്പെടുത്തി മുന്നോട്ട് പോകുന്നതാണ് റിയൽ ലൈഫ്. അതാണ് ജീവിതം, ജീവിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കിയതാണ്. അതിനുശേഷം ഭയങ്കര സന്തോഷമുണ്ട് മനസ്സിൽ. ഒന്നും ബാധിക്കില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും വേണോ തലയ്ക്ക് മീതെ ഒരു ബോംബ് വന്ന് വീഴാവുന്നൊരു ഒരു സമയത്താണ് ഞാനും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്, അല്ലേ? ഉറപ്പില്ല. എപ്പോഴാണോ എന്തുവാണോ സംഭവിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം രാജ്യം തന്നെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട്
പ്രസന്റ് ഇസ് ദ പ്രസന്റ്. ഈ നിമിഷം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അത്ര പറ്റും. ആ നിമിഷം എന്ന് വെച്ചിട്ട് നമ്മൾ അയ്യോ നാളെ തലയിൽ ബോംബ് വീഴുമെന്ന് പറഞ്ഞ് ഇന്നേ ആകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ നിമിഷം പരമാവധി സന്തോഷിക്കാൻ പറ്റിയ സന്തോഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഓവർ തിങ്ക് ചെയ്യുന്ന, ഒരുപാട് ചിന്തിക്കുന്നവർ എഴുതുക എന്നാണ് ഞാൻ പറയുന്നത്. അത്രയും ചിന്തിക്കാനുള്ള സമയവും ശേഷിയും നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ എഴുതുക. നല്ല എഴുത്തുകാരായിട്ട് മാറും. നിങ്ങളുടെ ചിന്തകളൊക്കെ എഴുതി വയ്ക്കുക. ഫോർമാറ്റൊന്നും വേണമെന്നില്ല. നിങ്ങളുടെ ചിന്തകളൊക്കെ എഴുതി വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പ്രമുഖരെയൊക്കെ കൊണ്ട് കാണിച്ച് പ്രശസ്തരാകാൻ നോക്കുക. എന്നിട്ട് പ്രശസ്തിയുടെ ഭാരം ചുമന്ന് ജീവിക്കുക. അത് നല്ല പ്രയോഗം. നമ്മൾ ഈ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവർ സിനിമാ സംവിധായകരാകണമെന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുകയാണ്. പക്ഷേ അതൊക്കെ വലിയ ഭാരമാണെന്നേ. അത് വലിയ ഭാരമാണ്. അത് അതിനോട് അടുക്കുമ്പോഴേ അറിയോ അത്രയും കഷ്ടപ്പെട്ടിട്ട് വീണ്ടും പുട്ടും പയറും പപ്പടം കഴിക്കേണ്ട വല്ല അങ്ങനെയല്ലല്ലോ. നമുക്ക് ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് എൻ്റെ അടുത്ത് എൻ്റെ എക്സ്പെക്ടേഷൻ ചോദിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ. നമ്മൾ അധ്യാപകനായിട്ട് കോളേജിൽ പഠിപ്പിക്കാനായിട്ട് പോയപ്പോൾ ഇൻ്റർവ്യൂവിന് അവർ ചോദിച്ചതാണ് നിങ്ങൾ എത്ര രൂപ പ്രതീക്ഷിക്കുന്നുണ്ട് സാലറി ആയിട്ട്. ഞാൻ പറഞ്ഞ മറുപടി, ഞാനും എന്നെ നമ്പി ജീവിക്കുന്ന 2 പേരുണ്ട്, ഭാര്യയും കുഞ്ഞുമുണ്ട്. ആ 3 വ്യക്തികൾക്ക് ഇന്ത്യ മഹാരാജ്യത്തിൽ ശരാശരി മാന്യമായിട്ട് ജീവിച്ചു പോകാനായിട്ട് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എത്രയാണോ അതെനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതായിരുന്നു മറുപടി. ഒരു ഇത്ര തുക എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. 3 ആൾക്കാർക്ക് ശരാശരി ഇന്ത്യ മഹാരാജ്യം ശരാശരി മനുഷ്യന്മാരായിട്ട് ജീവിച്ചു പോകാൻ എത്ര രൂപയാണ് നിങ്ങളുടെ മാനേജ്മെൻറ്റ്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ, അതെനിക്ക് തന്നാൽ മതി. അങ്ങനെയാണ് സാലറി പറഞ്ഞത്. അത് മതി. അതെ. ചിലർ ചോദിക്കും സറണ്ടർ ആവുകയാണ്. അങ്ങനെ സറണ്ടർ ആകുന്നതെന്നല്ല. നമുക്ക് ജീവിതത്തിൽ അനുഭവങ്ങൾ വലിയ കാര്യമാണ്. അനുഭവം തന്ന ഒരു കരുത്തുണ്ട്. ഭയങ്കരമായിട്ട് ശ്വാസം. ഞാൻ ഭയങ്കര സിനിമ മോഹിച്ചിരുന്ന ആളാണ്. സംവിധായകനാകണം, നടനാകണം, എൻ്റെ ഉണ്ട്, ടാലൻറ്റും ഉണ്ട്. അതിൽ ഭയങ്കര 100% കോൺഫിഡൻറ്റുമാണ് ഞാൻ. ആസ് ആൻ ആക്ടർ, റൈറ്റർ, ഡയറക്ടർ എന്നുള്ള 100% ആഗ്രഹമാണ്. പക്ഷേ അതിനുവേണ്ടി അലഞ്ഞു തിരിയുന്നു, സംവിധായകരെ പോയി കാണുന്നു, ചാൻസ് ചോദിച്ച് നടക്കുന്നു, മഴ കൊള്ളുന്നു, വെയിൽ കൊള്ളുന്നു എന്നൊക്കെ പറയുന്ന സകല അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയി. ഞാൻ പറഞ്ഞില്ലേ ഈ ബോധോദയം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഒരു ദീർഘനിശ്വാസം വിട്ടു. ഞാൻ എനിക്ക് വേണ്ടി എഴുതുന്നു, എല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, വേറെ ആർക്ക് വേണ്ടിയിട്ടുമില്ല. ഈ അടുത്ത് കഴിഞ്ഞ നാടകത്തിൽ പോലും ഞാൻ വേദി കയറി പറഞ്ഞ് ഐ ആം നോട്ട് ബോധേഡ് അബൌട്ട് ദ ഓഡിയൻസ്. ഞാൻ പ്രേക്ഷകരെ കുറിച്ച് ഓഡിയൻസ് അല്ല, അത് പ്രേക്ഷകർ ബോധേഡ് അല്ല എന്ന് പറഞ്ഞു. എനിക്ക് പ്രേക്ഷകരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന ആളല്ല എന്ന് സ്റ്റേജിൽ നിന്നാ പറഞ്ഞ, ഒളിച്ചിരുന്ന് മറഞ്ഞിട്ടൊന്നുമില്ല പറഞ്ഞ, ഫേസ്ബുക്കിലും അല്ല പറഞ്ഞു, വേദിയിൽ ഡയറക്റ്റ് അവരോട് സംബന്ധിച്ച് പറഞ്ഞു. അത് നമ്മുടെ ജീവിതം തരുന്നൊരു കരുത്താണ്. അതുകൊണ്ട് മനസ്സമാധാനം എന്ന് പറയുന്ന സാധനമുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയ പിള്ളേർക്കൊക്കെ പറയാനുള്ള, നിങ്ങൾ ഇതിൻ്റെ പേരിൽ ഭയങ്കര ആങ്സൈറ്റി വരരുത്. ഒരു ഭയങ്കരമായിട്ടും അസ്വസ്ഥപ്പെടുന്നു, ആ ചാൻസ് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അങ്ങനെ വരരുത്. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ കലാരംഗത്ത് ഒരുപാട് സ്വതന്ത്രമായിട്ടുള്ള സ്പേസുകൾ നമുക്ക് വേറെ ഉണ്ട്. ഈ പറഞ്ഞ നാടകങ്ങളല്ലാത്ത വേദികൾ, കാര്യങ്ങൾ, അതിലൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അടുത്ത് മരിച്ച് പണിയെടുക്കാതെ അതിൻ്റെ ഇടയിൽ ഒരു ശനി ഞായറും ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കുക, ഡയറക്ടർ പോയി കാണുക, അങ്ങനെയൊക്കെ ലൈറ്റായിട്ട് ചെയ്യുക. ഇപ്പോൾ പാരലായിട്ട് ഇതും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തേടി വരെയൊക്കെ ചെയ്യും. എന്നിട്ട് അതിന് ശേഷം ഈ സെലിബ്രിറ്റി ആയതിനു ശേഷം വരുന്ന വരായികൾ വച്ചനുഭവിക്കാൻ വേണം. അത് വച്ചനുഭവിക്കണം. പറഞ്ഞപ്പോൾ ഭയങ്കര പാടാണെന്ന്. 10 പേർ അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജീവിതം മൊത്തം മറിയും. നമ്മൾ പിന്നെ തൊലഞ്ഞ് ഇപ്പം നമ്മൾ സെലിബ്രിറ്റിയാണ്. ഇപ്പം ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ ജംഗ്ഷനിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നു, അത് പോലീസൊന്നും കാണാതെ ഒളിച്ചെന്ന് വലിക്കുന്നു. ഏവനെങ്കിലും കണ്ടിട്ട് ഇത് എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ പോയില്ലേ. മറ്റേ നമ്മൾ ആരും അറിയാത്തൊരു സാധാരണ ഇന്ത്യൻ പൗരനാണെങ്കിൽ നമുക്ക് ആരും കാണാതെ മാറി നിന്നിട്ട് സിഗരറ്റ് വേണമെങ്കിൽ വലിക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ സ്വകാര്യതകൾ കാർന്ന് തിന്നുന്ന ഒരു സാധനമാണ്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കി അങ്ങനെ പോകുന്നു. പിന്നെ ഒരു അടയാളപ്പെടുത്തൽ, ഇപ്പൊ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ എന്ന ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്ന അടയാളപ്പെടുത്തലാണ്. അത് എനിക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണ്, റൈറ്റർ എന്നുള്ള രീതിയിലാണ്. കാരണം അതിന് ഈ പറഞ്ഞ വലിയ അതൊരു സെലിബ്രിറ്റി വാല്യൂ ആയിട്ടല്ല നമ്മൾ പൊതുവേ നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ കേരളീയർ റൈറ്റേഴ്സിനെ കാണുന്നത്. അങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കാറിൽ വന്നിറങ്ങുന്ന മറ്റേ ഉദ്ഘാടനത്തിന് പോകുന്ന ആൾക്കാരുടെ പട്ടികയിലല്ല റൈറ്റേഴ്സിനെ കാണുന്നത്. അതിന് വേറെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ട്. ഒരു പക്ഷേ റോഡിൽ നിന്ന് ചായ കുടിച്ചോളാം സാറേ മാഷേ എന്ന് അങ്ങനെ പോവുള്ളൂ. നമ്മളൊന്ന് പൊതിയുകയോ എനിക്ക് ചിലപ്പോൾ സെൽഫി എടുക്കാൻ പോലും നിൽക്കുന്നില്ല. അവരുടെ ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒരു ഒബ്സർവേഷൻ എനിക്ക് തോന്നിയതാണ് റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അത് മാത്രമല്ല എഴുതുന്നത് ഇഷ്ടമാണ്. നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു അടയാളപ്പെടുത്തൽ, റൈറ്റർ എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഓക്കെ, അങ്ങനെ ഈ അനുഭവങ്ങൾ തന്ന കരുത്തിൽ നിന്ന് ഇനി ഒട്ടേറെ കവിതകളും കഥകളും നാടകങ്ങളും എല്ലാം പിറക്കട്ടെ. സന്തോഷം. എന്തായാലും ഇത്രയും നേരം എനിക്ക് എൻ്റെ ഒരു 2ാമത്തെ 3ാമത്തെ ഒരു ഇൻ്റർവ്യൂ ആണത്. പക്ഷെ വളരെ കാര്യമായിട്ട് വളരെ ഒഫീഷ്യലി എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്നെപ്പോലൊരു കലാകാരന് ഇങ്ങനൊരു അവസരം തന്ന
ഇതിൻ്റെ ബാക്കി പിന്നണി പ്രവർത്തകർക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് അധീനെടുത്തും വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സറിയാൻ ശ്രമിച്ച, എൻ്റെ വ്യക്തിത്വം അറിയാൻ ശ്രമിച്ച അധീനെടുത്തും എന്നും നന്ദി എന്ന് പറയുന്ന വാക്കിനോട് വിയോജിപ്പുള്ള ഒരാളാണ്. എന്നും മനസ്സിൽ സ്നേഹം ഉണ്ടായിരിക്കും, എല്ലാവരോടും ഒരു സൗഹൃദവും ഉണ്ടായിരിക്കും. ഓക്കെ, സന്തോഷം. ഒരു കവിത അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിച്ചൂടെ അല്ലേ? ഈ അടുത്ത കാലത്തിൽ ലേറ്റസ്റ്റ് എഴുതിയൊരു കവിത ചൊല്ലാം. മിണ്ടാതിരിക്കുവാൻ വയ്യ ചിലതൊക്കെ കണ്ടിട്ട് കണ്ടിട്ട്, മിണ്ടാതിരിക്കുവാൻ വയ്യ ചിലതൊക്കെ കണ്ടിട്ട് കണ്ടിട്ട്, ഒറ്റയ്ക്കിവിടത്തെ വൃദ്ധസദനത്തിൽ രാത്രിക്കു കേൾക്കാനായി താരാട്ട് പാടുന്ന അമ്മ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട്. ഒറ്റയ്ക്കിവിടത്തെ വൃദ്ധസദനത്തിൽ രാത്രിക്കു കേൾക്കാനായി താരാട്ട് പാടുന്ന അമ്മ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട്. മഞ്ഞത്ത് തണുത്ത് വിറച്ച് മഴയത്ത് നനഞ്ഞ് കുതിർന്ന്, മഞ്ഞത്ത് തണുത്ത് വിറച്ച് മഴയത്ത് നനഞ്ഞ് കുതിർന്ന്, വെയിലത്ത് പൊള്ളിപ്പാഞ്ഞ് ജീവിത വണ്ടി വലിച്ചൊരു വണ്ടിക്കാള തന്തയിരിപ്പുണ്ട് തന്തയിരിപ്പുണ്ട്. മിണ്ടാതിരിക്കുവാൻ വയ്യാ ചിലതൊക്കെ കണ്ടിട്ട് കണ്ടിട്ട്, വലിയൊരു വീടും വച്ച് ചുറ്റുമൊരു മതിലും കെട്ടി, വില കൂടിയ കാറും വാങ്ങി ഉള്ളിലൊരു പട്ടിയുമായാൽ ജീവിതം മധുരം തന്നെ. വലിയൊരു വീടും വച്ച് ചുറ്റുമൊരു മതിലും കെട്ടി, വില കൂടിയ കാറും വാങ്ങി ഉള്ളിലൊരു പട്ടിയുമായാൽ ജീവിതം മധുരം തന്നെ. നാടുവിട്ടു പോകുന്നു മക്കൾ പണത്തിനു മീതെ പറക്കാത്ത പരുന്തിനെ തേടി. നാടുവിട്ടു പോകുന്നു മക്കൾ പണത്തിനു മീതെ പറക്കാത്ത പരുന്തിനെ തേടി. അപ്പനൊരു ഉമ്മ കൊടുത്തിടാൻ കണ്ടെത്തൂ സമയം, അമ്മയ്ക്കൊരു ഉരുള ഉരുട്ടിക്കൊടുത്തിടാൻ കണ്ടെത്തൂ സമയം. ചത്തതിനു ശേഷം പിണ്ഡം വച്ചിട്ടെന്തു കാര്യം, ബലിയിട്ടിട്ടെന്തു കാര്യം. ചത്തതിനു ശേഷം പിണ്ഡം വച്ചിട്ടെന്തു കാര്യം, ബലിയിട്ടിട്ടെന്തു കാര്യം. കല്ലറയിൽ പൂക്കൾ കൊണ്ട് വച്ചിട്ടെന്തു കാര്യം, ഖബറിൽ പോയി കണ്ണീരൊഴുക്കി നിന്നിട്ടെന്തു കാര്യം. ഖബറിൽ പോയി കണ്ണീരൊഴുക്കി നിന്നിട്ടെന്തു കാര്യം. അപ്പനൊരു ഉമ്മ കൊടുത്തിടാൻ കണ്ടെത്തൂ സമയം, അമ്മയ്ക്കൊരു ഉരുള ഉരുട്ടിക്കൊടുത്തിടാൻ കണ്ടെത്തൂ സമയം.